AC Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ 3ാമത്തെ ചാപ്റ്ററായ ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുടെ ലോകം എന്ന പാഠഭാഗമാണ്. കുളത്തിലെ വെള്ളം പോലെ ഒരു വസ്തുവിൽ കെട്ടി നിൽക്കുന്ന ചാർജുള്ള കണികകളാണ് കറണ്ട് എന്ന് പറയുന്നത്. അവസരം കിട്ടിയാൽ ഈ കറണ്ട് പുറത്തേക്ക് പാഞ്ഞൊഴുകും. വൈദ്യുത ബലം കൂടിയ സ്ഥാനത്ത് നിന്ന് കുറഞ്ഞ സ്ഥാനത്തേക്കാണ് ഇത് ഒഴുകുക. കുന്നിൽ നിന്ന് കുഴിയിലേക്ക് വെള്ളം ഒഴുകുന്നത് പോലെ ഇങ്ങനെ പ്രവഹിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകുന്ന വൈദ്യുതിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. കറണ്ടും വൈദ്യുതിയും ഒന്നല്ല എന്നിപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിരിക്കുമല്ലോ. ടോർച്ച് ബാറ്ററിയും ഇങ്ങനെ തന്നെയാണ്. വൈദ്യുത ബലം കൂടിയ സ്ഥാനത്ത് നിന്ന് കുറഞ്ഞ സ്ഥാനത്തേക്ക് കറണ്ട് പ്രവഹിക്കുമ്പോഴാണ് ടോർച്ച് ബൾബ് കത്തുന്നത്. ടോർച്ച് ബാറ്ററിയുടെ മുകൾ ഭാഗവും താഴെയുള്ള ഭാഗവും തമ്മിലുള്ള വൈദ്യുത ചാലക ബലവ്യത്യാസമാണ് ഇതിന് കാരണം. വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കൂട്ടുകാർ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. നമ്മുടെ വീട്ടിൽ രാത്രിയിൽ ചിലപ്പോഴൊക്കെ കറണ്ട് പോവാറുണ്ട് ഇല്ലേ? ഈ രാത്രിയിൽ വൈദ്യുതി അല്ലെങ്കിൽ കറണ്ട് ഇല്ലാതാവുമ്പോൾ വെളിച്ചം ലഭിക്കാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിക്കാറ്, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാറ്? നമ്മൾ എന്ത് ചെയ്യും? ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കും, മെഴുകുതിരി ഉപയോഗിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാറ്? കെറോസിൻ ലാമ്പ് അല്ലേ, മണ്ണെണ്ണ വിളക്ക് ഉണ്ടാവും ചില വീടുകളിൽ. പിന്നെ ടോർച്ച് ഉണ്ടാവും, പിന്നെ മൊബൈൽ ടോർച്ച് ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ എമർജൻസി ലാമ്പ് ഉണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക? രാത്രിയിൽ കറണ്ടൊക്കെ പോകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുക. ദ തിങ്സ് വി യൂസ് ടു ഗെറ്റ് ലൈറ്റ് വെൻ ദർ ഇസ് നോ ഇലക്ട്രിസിറ്റി അറ്റ് നൈറ്റ്. എന്തൊക്കെയാണ്? ക്യാൻഡിൽ, കെറോസിൻ ലാമ്പ്, ടോർച്ച് ലൈറ്റ്, എമർജൻസി ലാമ്പ്. ഓക്കെ. അപ്പോൾ വൈദ്യുതി ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി രാത്രിയിൽ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എമർജൻസി എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരുട്ടത്ത് നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു സംവിധാനമാണ് എമർജൻസി ലാമ്പ് എന്ന് പറയുന്നത് അല്ലേ? നമുക്കൊരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കിയാലോ? നമ്മൾ എമർജൻസി ലാമ്പ് കണ്ടിട്ടുണ്ട് ഇല്ലേ? നമുക്ക് ആ എമർജൻസി ലാമ്പ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ എന്തൊക്കെയാണ് എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ബാറ്ററി ഫോർ പവർ, LED ബൾബ്സ് ടു ഗെറ്റ് ലൈറ്റ്, വയേഴ്സ് റിക്വയർഡ് ടു കണക്ട് പാർട്സ്, പ്ലാസ്റ്റിക് ജാർ ടു മേക്ക് ദ സ്റ്റാൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ. ഓക്കെ. ഈ എമർജൻസി ലാമ്പിന് പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി എങ്ങനെയാണ് ലഭിക്കുക? ഈ വെളിച്ചം ലഭിക്കാൻ ബൾബ് ആവശ്യമല്ലേ? അപ്പോൾ ഓരോ ഭാഗവും എങ്ങനെ ബന്ധിപ്പിക്കും? സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കും? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്ന് പഠിക്കാം. ഓക്കെ. അപ്പോൾ വൈദ്യുതി ഒരു ഊർജ രൂപമാണ്. മനസ്സിലായില്ലേ? വൈദ്യുതി ഒരു ഊർജ രൂപമാണ്. ഇലക്ട്രിസിറ്റി ഈസ് എ ഫോം ഓഫ് എനർജി. അതുകൊണ്ട് തന്നെ വൈദ്യുതി നമുക്ക് പല ഊർജ രൂപങ്ങളിലേക്കും മാറ്റാവുന്ന ഒരു ഊർജ രൂപമാണ്. ഓക്കെ. ഇലക്ട്രിസിറ്റി ഈസ് എ form of energy. It is a form of energy that can be easily converted into many other forms. Okay. വൈദ്യുതി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എവിടെ നിന്നൊക്കെയാണ് ലഭിക്കുന്നത്? കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങൾ നോക്കിയിട്ട് ആ ഡിവൈസസിൽ എവിടെ നിന്നാണ് വൈദ്യുതി ലഭിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. TV റിമോട്ട് എവിടെ നിന്നാണ് വൈദ്യുതി ലഭിക്കുന്നത്? ബാറ്ററിയിൽ നിന്ന് അല്ലേ? ക്ലോക്കിലാണെങ്കിലോ അതും ബാറ്ററിയാണ്. മൊബൈൽ ഫോണാണെങ്കിൽ ബാറ്ററിയാണ്. എമർജൻസി ലാമ്പിനും ബാറ്ററിയാണ്. അയൺ ബോക്സിന് എന്താണ്? പവർ പ്ലഗ് ആണ്. അപ്പോൾ ഈ ഡിവൈസസിനൊക്കെ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി ലഭിക്കുന്നത് ബാറ്ററി അല്ലെങ്കിൽ പവർ പ്ലഗിൽ നിന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് വൈദ്യുതി ലഭിക്കുന്ന സോഴ്സുകളാണ് അല്ലെങ്കിൽ വൈദ്യുതി ലഭിക്കുന്ന തരുന്ന ചില സംവിധാനങ്ങളാണ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. എന്താണ്? അതായത് ഡിവൈസസ് ദാറ്റ് പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി ആർ ടേംഡ് ആസ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. Devices that
provide electricity are termed as sources of electricity. വൈദ്യുതി നൽകുന്ന സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ വൈദ്യുതി നൽകുന്ന സ്രോതസ്സുകളാണ് എന്ത്? വൈദ്യുത സ്രോതസ്സുകൾ എന്ന് പറയുന്നത്. അതിലെന്തൊക്കെയുണ്ട്? വൈദ്യുത സെല്ലുകളുണ്ട്, ജനറേറ്റർ ഉണ്ട്, സോളാർ സെല്ലുകളുണ്ട്, ഇല്ലേ? എന്തൊക്കെയാണുള്ളത്? ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ് ആൻഡ് സോളാർ സെൽസ്, ഇല്ലേ? ഇലക്ട്രിക് സെൽസ്, ജനറേറ്റേഴ്സ് ആൻഡ് സോളാർ സെൽസ് ആർ ദ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ബാറ്ററി ആൻഡ് സെല്ലാണ്. എന്താണ് ബാറ്ററി, എന്താണ് സെല്ല്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലുകൾ കൂടി ചേർന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചെറിയൊരു ബാറ്ററിയുടെ ഒരു ചെറിയ ഭാഗമാണ് സെൽ എന്ന് പറയുന്നത്. ബാറ്ററി ഈസ് an arrangement made by connecting more than one cell into a single unit. We use battery to operate devices which need more power. അതായത് ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം സെല്ലുകൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റിലെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് എന്ത്? ബാറ്ററി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതൽ പവർ ആവശ്യമുള്ള വസ്തുക്കളിൽ, കൂടുതൽ പവർ ആവശ്യമുള്ള ഡിവൈസസിനാണ് എന്ത്? ബാറ്ററി യൂസ് ചെയ്യാറ്. അല്ലെങ്കിൽ സാധാരണ സെല്ലാണ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, എന്താണ്? ബാറ്ററി ഈസ് ആൻ അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ കണക്ടിങ് മോർ ദാൻ വൺ സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്. ഓക്കെ, വി യൂസ് ബാറ്ററി ടു ഓപ്പറേറ്റ് ഡിവൈസസ് വിച്ച് നീഡ് മോർ പവർ. ഓക്കെ, കൂടുതൽ പവർ ആവശ്യമുള്ള ഡിവൈസസിലാണ് എന്ത് യൂസ് ചെയ്യുക? ബാറ്ററികൾ യൂസ് ചെയ്യുക. മോർ ദാൻ വൺ സെല്ലിൻ്റെ സിംഗിൾ യൂണിറ്റ് ആണ് എന്ത്? ബാറ്ററി. ദ അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ കണക്ടിങ് മോർ ദാൻ വൺ സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്, അതാണ് എന്ത്? ബാറ്ററി. സെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൽ ഈസ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് ഡിവൈസ് ദാറ്റ് കൺവേർട്ട്സ് കെമിക്കൽ എനർജി into ഇലക്ട്രിക്കൽ എനർജി. ഓക്കെ, അപ്പോൾ കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട്, ഓക്കെ, കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിംഗിൾ യൂണിറ്റിനെയാണ് സിംഗിൾ യൂണിറ്റ് ഓഫ് ഡിവൈസിനെയാണ് എന്ത് പറയുന്നത്? സെല്ലെന്ന് പറയുന്നത്. ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കളക്ഷൻ ഓഫ് സെൽസ്, അല്ലെങ്കിൽ മോർ ദാൻ വൺ സെൽ കണക്റ്റിംഗ് അറേഞ്ച്മെന്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് മോർ ദാൻ വൺ സെൽ ഇൻ ടു എ സിംഗിൾ യൂണിറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? ബാറ്ററി എന്ന് പറയുന്നത്. ഇവിടെ ചെറിയ റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ് ബാറ്ററി, എന്താണ് സെല്ല്? ബാറ്ററി എന്ന് പറഞ്ഞാൽ കുറേ സെല്ലുകൾ കൂടി ചേർന്നത്, സെല്ലെന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ യൂണിറ്റ്. ഓക്കെ, ഇതിലൊക്കെ എന്താ നടക്കുന്നത് പ്രവർത്തനം? കെമിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇതിൽ നടക്കുന്ന പ്രവർത്തനം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എ ബി സി എന്ന് പറഞ്ഞിട്ടുള്ള ബാറ്ററികൾ കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. ഈ ചിത്രങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യാം. വിച്ച് എമംഗ് ദം ഈസ് റോങ്? വിച്ച് വൺ വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി? ഇതിൽ എ ബി സി എന്ന് പറഞ്ഞ ചിത്രങ്ങൾ കൊടുത്തിട്ടില്ലേ, അതിലേതാണ് റോങ് ആയിട്ടുള്ള കണക്ഷൻ? ഏതാണ്? വിച്ച് വിൽ ഗീവ് മോർ ഇലക്ട്രിസിറ്റി? ഇതിലേതിലാണ് മോർ ഇലക്ട്രിസിറ്റി ലഭ്യമാകുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. വിച്ച് എമംഗ് ദം ഈസ് റോങ്? ഇതിലേതാണ് റോങ് ആയിട്ടുള്ളത്? എ നോക്കൂ. എയിൽ ബാറ്ററി കണക്ട് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണ്? ഒരു ബാറ്ററി അതിൻ്റെ പോസിറ്റീവ് ടു നെഗറ്റീവാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ അത് റോങ് ആണോ? അല്ല, അത് റോങ് അല്ല, അത് കറക്റ്റാണ് ആ കണക്ഷൻ. നെക്സ്റ്റ് കണക്ഷൻ നോക്കൂ. ബി നോക്കൂ, അതിലെങ്ങനെയാണ്? പോസിറ്റീവും ആണ് ആദ്യത്തെ തന്നെ കണക്ഷൻ. നോക്കൂ, പോസിറ്റീവ്. സോ അതാണ് റോങ് അതിൽ. ഇനി സി നോക്കൂ, അത് നെഗറ്റീവ് നെഗറ്റീവ്. സോ ഏതാണ് ഇതിൽ റോങ് ആയിട്ടുള്ളത്? ബി ആണ് ഇതിൽ റോങ് ആയിട്ടുള്ളത്. ഇതിൽ ഗുഡ് കണക്ഷൻ ഏതാണ്? എയും സിയും ആണ്. എ ആൻഡ് സി ആർ ദ കറക്റ്റ് മെത്തേഡ്സ്. മോർ പവർ വിൽ ബി ഒബ്റ്റെയിൻഡ് ഫ്രം സി. ഏതിലാണ് മോർ പവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എയിലാണോ സിയിലാണോ? എയിൽ എത്ര ബാറ്ററി ഉണ്ട്, എത്ര സെല്ലുകളുണ്ട്? 2 സെല്ലുകളാണുള്ളത്.
സിയിലാണെങ്കിൽ 3 സെല്ലുണ്ട്. അപ്പം മോർ പവർ ഏതിലായിരിക്കും? 3 സെല്ലുള്ളതിലാണ്. അതായത് സിയിലാണ് ഏറ്റവും കൂടുതൽ പവർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എയും സിയും ആണ് ഇതിൽ കറക്റ്റ് മെത്തേഡ്സ്. അതിൽ മോർ പവർ ഏതിലാണ്? സിയിലാണ്. ഇവിടെ 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോക്കിൻ്റെയും ഒരു മൊബൈലിൻ്റെയും ചിത്രം കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്. ഈ പിക്ചേഴ്സ് ഒബ്സർവ് ചെയ്യാം. എന്നിട്ട് താഴെ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഫ്രം വിച്ച് സോഴ്സ് ഡു ദീസ് 2 ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി? ഈ 2 ഉപകരണങ്ങളിൽ വൈദ്യുതി ലഭിക്കുന്നത് ഏത് സ്രോതസ്സിൽ നിന്നാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രം വിച്ച് സോഴ്സ് ദീസ് 2 ഡിവൈസസ് ഗെറ്റ് ഇലക്ട്രിസിറ്റി. ഏതിനാണ്? രണ്ടിനും ലഭിക്കുന്നത് ബാറ്ററിയിൽ നിന്നാണ് അല്ലേ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസ്ഡ് ഇൻ ദീസ് ഡിവൈസസ്? എന്താ അതിൽ ചോദിച്ചിട്ടുള്ളത്? അതായത് ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകൾ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ടിലും ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതിലുപയോഗിക്കുന്ന ബാറ്ററികൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? എന്താണ് വ്യത്യാസം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് വ്യത്യാസം നമുക്ക് നോക്കാം. The battery used in the clock is non-rechargeable and the battery used in the mobile is rechargeable. എന്താണ് വ്യത്യാസം? ക്ലോക്കിലത്തെ ബാറ്ററി എങ്ങനെയാണ്? നമുക്ക് വീണ്ടും റീചാർജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ക്ലോക്കിൻ്റെ ബാറ്ററി കളയാണ് ചെയ്യുക, പുതിയ ബാറ്ററി യൂസ് ചെയ്യാം. എന്നാൽ മൊബൈലിലാണെങ്കിലോ നമ്മൾ ചാർജിൽ കുത്തിവെച്ച് ചാർജ് ചെയ്യുന്നതാണ്. സോ ക്ലോക്കിലത്തെ ബാറ്ററി എന്താണ്? നോൺ റീചാർജബിൾ ആണ്. ക്ലോക്കിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്താണ്? നോൺ റീചാർജബിൾ ആണ്. മൊബൈലിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്താണ്? റീചാർജബിൾ ആണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് നോൺ റീചാർജബിൾ ബാറ്ററീസും റീചാർജബിൾ ബാറ്ററീസും ഏതൊക്കെയാണെന്ന് ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. യു മേ ബി യൂസിങ് റീചാർജബിൾ ആൻഡ് നോൺ റീചാർജബിൾ സെൽസ് ഇൻ ഡിഫറെൻറ്റ് ഡിവൈസസ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ റീചാർജബിൾ ആയിട്ടുള്ളതും നോൺ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററികൾ യൂസ് ചെയ്യാറുണ്ട്. ക്ലാസിഫൈ ദെം ആൻഡ് റൈറ്റ് ഇറ്റ്. അത് ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോൺ റീചാർജബിൾ ബാറ്ററീസ് ഏതാണ്? ക്ലോക്കിൽ യൂസ് ചെയ്യുന്നത്, അതായത് ഉപയോഗിച്ചിട്ട് നമ്മൾ വലിച്ചെറിയുന്ന ആണ് നോൺ റീചാർജബിൾ ബാറ്ററീസ്. പിന്നീട് നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് നോൺ റീചാർജബിൾ ബാറ്ററീസ്. അതിൻ്റെ ഏതൊക്കെയാണുള്ളത്? ക്ലോക്ക് ബാറ്ററി, വാച്ച് ബാറ്ററി, ബാറ്ററി ഇൻ ദ റിമോട്ട്, ബാറ്ററീസ് ഇൻ ടോയ്സ്. ഇതൊക്കെ എന്താണ്? നോൺ റീചാർജബിൾ ബാറ്ററീസ് ആണ്. റീചാർജബിൾ ബാറ്ററീസ് ഏതൊക്കെയാണ്? മൊബൈൽ ബാറ്ററി, ലാപ്ടോപ്പ് ബാറ്ററി, ബാറ്ററി ഇൻ വെഹിക്കിൾസ്, ബാറ്ററി ഇൻ എമർജൻസി ലാമ്പ്. ഇതൊക്കെ എന്താണ്? റീചാർജബിൾ ബാറ്ററീസ് ആണ്. നമുക്ക് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെയൊക്കെ മൊബൈൽ, ലാപ്ടോപ്പ്, ബാറ്ററി ഇൻ വെഹിക്കിൾസ്, ബാറ്ററി ഇൻ എമർജൻസി ലാമ്പ്. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ് പഠിക്കാം. വിവിധ തരം ബൾബുകൾ. ഏതൊക്കെ തരം ബൾബുകൾ നിങ്ങൾക്കറിയാം? CFL ബൾബുണ്ട്, ഫിലമെൻറ്റ് ബൾബുണ്ട്, LED ഉണ്ട്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇതൊക്കെ വിവിധ തരം ബൾബുകളാണ് അല്ലേ? അപ്പോൾ ഈ ബൾബുകളൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ മാർക്കറ്റിലൊക്കെ ലഭ്യമാണ് അല്ലേ? അപ്പോൾ ഫിലമെൻറ്റ് ബൾബുകളേക്കാൾ കുറഞ്ഞ ഊർജ്ജം മതി ഇതിന് CFLകൾക്ക് അല്ലേ? ഫിലമെൻറ്റ് ബൾബിനേക്കാൾ കുറച്ച് ഊർജ്ജം മതി എന്തിന്? CFL ബൾബുകൾക്ക്. ഇവയിൽ LED ബൾബുകളാണ് ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ പ്രകാശം നൽകുന്നത്. അതിനാൽ ഇന്ന് LED ബൾബുകളാണ് കൂടുതലായും ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ there are different bulbs popular like filament bulb, compact fluorescent lamp. അതാണ് CFL എന്ന് പറയുന്നത്. CFLൻ്റെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്റ്റ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് ആൻഡ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, LED. ഓക്കെ, ഇതാണ് ഇപ്പം മോസ്റ്റ് പോപ്പുലറായിട്ട് ഉപയോഗിച്ച് വരുന്ന ബൾബുകൾ. CFLs യൂസ് ലെസ് എനർജി ദാൻ ഫിലമെൻറ്റ് ബൾബ്.
അതായത് സി എഫ് എൽ യൂസ് ചെയ്യാൻ ലെസ് എനർജി മതി ഏതിനേക്കാളും, ഫിലമെൻ്റ് ബൾബിനേക്കാളും. എമംഗ് ദീസ്, ഇവയിൽ തന്നെ LED ബൾബുകൾക്കാണ് ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗിച്ച് കൂടുതൽ പ്രകാശം തരാൻ കഴിയുന്നത്, LED ബൾബുകൾക്ക്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഇതിൽ ഉപയോഗിക്കുന്നത് എന്താണ്? LED ബൾബുകളാണ്. ഓക്കെ, ഇപ്പം തന്നെ ന്യൂ ജനറേഷൻ LED ബൾബുകൾ വിപണിയിലുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഗ്രാഫീൻ എന്ന പദാർത്ഥം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പുതിയ ഇനം LED ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇവ കൂടുതൽ ഊർജക്ഷമതയും ആയുസ്സും ഉള്ളവയാണ്. ഗ്രാഫീൻ എന്ന പദാർത്ഥം ഉപയോഗിച്ചിട്ട്, എന്തുപയോഗിച്ചിട്ട്? ഗ്രാഫീൻ എന്ന പദാർത്ഥം യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന LED ബൾബുകൾ ഇപ്പോൾ ഡിസ്കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനെന്താണ്? മോർ എനർജി ആൻഡ് മോർ എനർജി എഫിഷ്യൻ്റ് ആണ്. അതുപോലെ തന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്. കൂടുതൽ നാൾ നിലനിൽക്കുകയും ചെയ്യും. നല്ല എനർജി എഫിഷ്യൻറ്റും ആണ്. മോർ എനർജി എഫിഷ്യൻറ്റും ആണ്. ഓക്കെ, ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബൾബ്സ്. അതൊന്നും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിച്ചേക്കുക കേട്ടോ. അപ്പോൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ ലെസ് എനർജി, അല്ലെങ്കിൽ കൂടുതൽ കുറഞ്ഞ എന്താ പറയുക, ഇലക്ട്രിസിറ്റിയിൽ കൂടുതൽ പ്രകാശം തരാൻ കഴിയുന്ന പ്രകാശം തരാൻ കഴിയുന്ന ബൾബ് ഏതാണെന്ന് ചോദിക്കും. അതാണെങ്കിൽ ഏതാണ്? LED ആണ്. ഫിലമെൻറ്റിനാണോ CFL-നാണോ ലെസ് എനർജി വേണ്ടത്? ഏതിനാണ്? CFL ആണ്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വൺവേർഡുകളൊക്കെ ചോദിക്കും. അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് പഠിച്ചേക്കും കേട്ടോ. ഇനി നമുക്ക് LED മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. എന്താണ് LED മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. ആൻഡ് LED മൊഡ്യൂൾ ഈസ് എ system in which multiple LED bulbs are arranged in a strip. ഇവിടെ ഒരു ചിത്രം കണ്ടു. LED ബൾബുകൾ, മൾട്ടിപ്പിൾ LED ബൾബുകൾ ഒരു സ്ട്രിപ്പ് പോലെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിനെയാണ് പറയുന്നത് എന്താ? LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. ആൻഡ് LED മൊഡ്യൂൾ ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് മൾട്ടിപ്പിൾ LED bulbs are arranged in a strip. മനസ്സിലായോ? ഒന്നിലധികം LED ബൾബുകൾ ഒരു സ്ട്രിപ്പിൽ ക്രമീകരിച്ച സംവിധാനമാണ് എന്ത്? LED മൊഡ്യൂൾ എന്ന് പറയുന്നത്. നമുക്ക് ഒരു LED മൊഡ്യൂൾ എങ്ങനെയാണ് പ്രകാശിപ്പിക്കുക എന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടത് എങ്ങനെയാണ്? ഹൗ ടു ലൈറ്റ് അപ്പ് ദ LED മൊഡ്യൂൾ യൂസിങ് ദ മെറ്റീരിയൽസ് ഇൻ ദ സയൻസ് കിറ്റ്. നിങ്ങളുടെ സയൻസ് കിറ്റ്, നിങ്ങൾക്കൊരു സയൻസ് കിറ്റ് ഉണ്ടല്ലോ, ആ സയൻസ് കിറ്റിൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട്, മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു LED മൊഡ്യൂൾ ലൈറ്റപ്പ് ചെയ്യുക അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണക്ട് ദ ബാറ്ററി കണക്ടർ ടു ദ 9 വോൾട്ട് ബാറ്ററി ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഈ ഫിഗറിൽ കാണിച്ചതുപോലെ 9 വോൾട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന LED മൊഡ്യൂൾ. ദ വയേഴ്സ് കമ്മിങ് ഫ്രം ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് ദ ബാറ്ററി ആർ റെഡ് ആൻഡ് ബ്ലാക്ക് റെസ്പെക്റ്റീവ്ലി. അതായത് ബാറ്ററിയിലെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ നിന്ന് വരുന്ന വയറുകൾ യഥാക്രമം ചുവപ്പും കറുപ്പുമായിരിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ദീസ് ആർ കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് റെഡ് ആൻഡ് ബ്ലാക്ക് വയേഴ്സ് ഓഫ് ദ LED റെസ്പെക്റ്റീവ്ലി, ദ LED വിൽ ടേൺ ഓൺ, ദ മൊഡ്യൂൾ വിൽ ലൈറ്റ് അപ്പ്. അതായത് ഈ LED മൊഡ്യൂള് യഥാക്രമം പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളുമായിട്ട്, അതായത് ചുവപ്പും കറുപ്പും വയറുകളായിട്ട് ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ LED മൊഡ്യൂള് പ്രകാശിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു LED മൊഡ്യൂള് മേടിച്ചിട്ട് ഇങ്ങനെ എന്താ പറയുക, ഒരു LED മൊഡ്യൂൾ പ്രകാശിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ 9 വോൾട്ട് ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് LED മൊഡ്യൂൾ പ്രകാശിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിലൊക്കെ ഒന്ന് ചെയ്ത് കാണിച്ചെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണുമ്പോൾ സന്തോഷമാവും. ഓക്കെ, അതിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ LED മൊഡ്യൂൾ പ്രകാശിപ്പിച്ചില്ലേ, വാട്ട് ഈസ് ദ പവർ സോഴ്സ് ആൻഡ് ദ കണ്ടക്ടർ യൂസ്ഡ് ടു ഇലുമിനേറ്റ് ദ LED മൊഡ്യൂൾ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് LED മൊഡ്യൂൾ പ്രകാശിപ്പിക്കാൻ ഉപയോഗിച്ച വൈദ്യുത സ്രോതസ്സ് അല്ലെങ്കിൽ ചാലക കമ്പി എന്നിവ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് അതിൻ്റെ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് സോഴ്സ്, അതിൻ്റെ പവർ സോഴ്സ് ഏതാണ്, അതിൻ്റെ കണ്ടക്ടർ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് പവർ സോഴ്സ്? ഏതാണ്? 9 വോൾട്ട് ബാറ്ററിയാണ് അതിൻ്റെ പവർ സോഴ്സ്. അതിൻ്റെ കണ്ടക്റ്റിംഗ് വയർ ഏതാണ്? അലുമിനിയം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അലുമിനിയം കണ്ടക്റ്റിംഗ് വയറാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ആ വയർ അതാണ് അലുമിനിയം, അതാണ് കണ്ടക്റ്റിംഗ് വയർ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്, അതായത് വൈദ്യുത സർക്യൂട്ട്. അതായത് വൈദ്യുത സ്രോതസ്സിൽ നിന്നും ഉപകരണത്തിലേക്ക് വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള ക്രമീകരണമാണ് എന്ത് വൈദ്യുത സർക്യൂട്ട് അഥവാ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെന്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടന്നു പോകുന്നതിനുള്ള പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം എവിടുന്ന്, ഇലക്ട്രിക് സോഴ്സ് ടു ഡിവൈസ്, ഇലക്ട്രിക് സോഴ്സിൽ നിന്ന് ഡിവൈസസിലേക്ക്, ഇലക്ട്രിക് സോഴ്സിൽ നിന്ന് എവിടേക്ക്, ഉപകരണങ്ങളിലേക്ക് വൈദ്യുതി പാസ് ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ് എന്ത് ഇലക്ട്രിക് സർക്യൂട്ട് അഥവാ വൈദ്യുത സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ടിൽ ചുരുങ്ങിയത് ഒരു വൈദ്യുത സ്രോതസ് ഉണ്ടാവും, ഒരു ചാലക കമ്പി ഉണ്ടാവും, വൈദ്യുത ഉപകരണം ഉണ്ടാവും. അപ്പോൾ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവുക, സർക്യൂട്ട് requires at least an electric source, connecting wire and electric device. അപ്പോൾ ഒരു സർക്യൂട്ടിൽ എന്തൊക്കെ ഉണ്ടാവുക, ഇലക്ട്രിക് സോഴ്സ് ഉണ്ടാവും, കണക്റ്റിംഗ് വയർ ഉണ്ടാവും, ആൻഡ് ഇലക്ട്രിക് ഡിവൈസ് ഉണ്ടാവും. കണ്ടവിടെ ചിത്രത്തിൽ കണ്ടില്ലേ, ഒരു എന്താ പറയുക, ഇലക്ട്രിക് സോഴ്സ് ഉണ്ട്, അവിടെ ഏതാണ് ബാറ്ററി, പിന്നെന്താ കണക്റ്റിംഗ് വയർ ഉണ്ട്, പിന്നെ ഇലക്ട്രിക് ഡിവൈസ് ഉണ്ട്. ഓക്കെ, ഇതാണ് പ്രവർത്തിക്കാനുള്ള ബൾബ് അല്ലെങ്കിൽ ആ ഉപകരണം അതവിടെയുണ്ട്. അപ്പോൾ ഇതാണ് അറ്റ്ലീസ്റ്റ് 3 എണ്ണമാണ് എന്ത് വേണ്ടത്. ഓക്കെ, പിന്നെ വേണ്ടതുണ്ട് സ്വിച്ച് ഉണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ മിനിമം വേണ്ടത് എന്തൊക്കെയാണ്, ഇലക്ട്രിക് സോഴ്സ്, കണക്റ്റിംഗ് വയർ, ഇലക്ട്രിക് ഡിവൈസ്. അപ്പോൾ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് ആൻ അറേഞ്ച്മെന്റ് ദാറ്റ് പാസസ് ഇലക്ട്രിസിറ്റി ഫ്രം ഇലക്ട്രിക് സോഴ്സ് ടു ഡിവൈസ്. ഓക്കെ, ഇനി ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. വിൽ ദ ബൾബ്സ് ഇൻ ദീസ് സർക്യൂട്ട്സ് ഗ്ലോ? വൈ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടു. ഓക്കെ, 3 സെല്ലുകളുണ്ട്. ആ സർക്യൂട്ടിൽ ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സർക്യൂട്ടിൽ ബൾബ് പ്രകാശിക്കുമോ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ 3 ചിത്രങ്ങളൊന്ന് അനലൈസ് ചെയ്തേ. ആദ്യം സർക്യൂട്ട് 1 നോക്കാം. ഈ സർക്യൂട്ട് നോക്കാം. ഫസ്റ്റ് സർക്യൂട്ട്, അതിൽ 2 വയറുകളുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് ഉണ്ട്. ബൾബിൽ 2 വയറുകളും കണക്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. സെല്ലിൽ നിന്ന് 2 വയറുകളും കണക്ട് ചെയ്തിട്ടുണ്ട്, ബൾബിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ നോക്കി. അതിൽ ബ്ലൂ വയർ മാത്രമാണ് അതിൽ കണക്ട് ചെയ്തിട്ടുള്ളൂ, റെഡ് വയർ കണക്ട് ചെയ്തിട്ടുണ്ടോ? അത് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിലത്തെ ബൾബ് പ്രകാശിക്കുമോ? ഇല്ല. അപ്പോൾ സർക്യൂട്ട് 1 ബൾബ് പ്രകാശിക്കില്ല, അത് ഗ്ലോ ചെയ്യില്ല. നെക്സ്റ്റ് സർക്യൂട്ട് നോക്കൂ. വൈദ്യുത സെല്ലിൽ നിന്ന് 2 വയറുകൾ പോകുന്നുണ്ട്. അതിൽ റെഡ് വയർ മാത്രമാണ് വൈദ്യുത സെല്ലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൂ, ബൾബായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ബ്ലൂ വയർ കണക്റ്റിംഗ് വയർ കണക്ട് ആയിട്ടുണ്ടോ? സെല്ലിൽ കണക്ട് ആയിട്ടില്ല. ബൾബിൽ കണക്ട് ആയിട്ടിട്ട് കാര്യമുണ്ടോ? സെല്ലിൽ കണക്ട് ആവണ്ടേ. അപ്പോൾ അത് സെല്ലിൽ കണക്ട് ആയിട്ടുണ്ടോ? ഇല്ല, സെല്ലിൽ കണക്ട് ആയിട്ടില്ല. അപ്പം അതിൽ ബൾബ് പ്രകാശിക്കുമോ? ബൾബ് ഗ്ലോ ചെയ്യോ? ഇല്ല, അതിലും ബൾബ് ഗ്ലോ ചെയ്യില്ല. നെക്സ്റ്റ് സർക്യൂട്ട് നോക്കൂ. നെക്സ്റ്റ് സർക്യൂട്ടിലും എങ്ങനെയാണ്, റെഡ് വയർ കണക്റ്റിംഗ് അല്ല ബൾബായിട്ട്, ബ്ലൂ വയർ മാത്രമേ കണക്റ്റിംഗ് ഉള്ളൂ. ഇതിൽ ബൾബ് പ്രകാശിക്കുമോ? ഇല്ല. അപ്പം ഈ 3 എണ്ണത്തിൽ എന്ത് ഇല്ല? 3 എണ്ണത്തിലെയും സർക്യൂട്ടുകൾ കംപ്ലീറ്റ് അല്ല. 3 എണ്ണത്തിലും ഒന്നെങ്കിൽ റെഡ് വയർ കണക്റ്റ് അല്ല, അല്ലെങ്കിൽ ബ്ലൂ വയർ കണക്റ്റ് അല്ല. രണ്ടും തമ്മിൽ സെല്ലും ബൾബുമായിട്ട് അത് കണക്റ്റിംഗ് അല്ല 3 എണ്ണത്തിലും. അപ്പോൾ ഈ 3 സർക്യൂട്ടിൽ എന്താണ്, ബൾബുകൾ ഗ്ലോ ചെയ്യില്ല, ബൾബുകൾ പ്രകാശിക്കില്ല. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ അതൊന്ന് വായിക്കാം. The bulbs in all 3 circuits will not glow. In the first circuit, one of the conducting wire is not connected to the bulb. In the second circuit, one of the conducting wire is not connected to the battery. In the third circuit, one of the conducting wire is broken. അല്ലേ, അവിടെ കണ്ടക്റ്റിംഗ് വയർ ബ്രോക്കൺ ആയിട്ടാണ് കണ്ടിട്ടുള്ളത് അല്ലേ. രണ്ടിലും കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ റെഡ് വയർ ബ്രോക്കൺ ആയിട്ടുണ്ട്, അവിടെ ചെത്തിപ്പോയിട്ടുണ്ട് 3ാമത്തെ സർക്യൂട്ടിൽ. ഓക്കെ, അതുകൊണ്ട് 3 ബൾബുകളും പ്രകാശിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ്
നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ക്ലോസ്ഡ് സർക്യൂട്ട് ആൻഡ് ഓപ്പൺ സർക്യൂട്ട്. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അടഞ്ഞ സർക്യൂട്ടും അതുപോലെ തന്നെ തുറന്ന സർക്യൂട്ടും. എന്താണ് ഈ അടഞ്ഞ സർക്യൂട്ട് അല്ലെങ്കിൽ ക്ലോസ്ഡ് സർക്യൂട്ട് അല്ലെങ്കിൽ ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ദ സർക്യൂട്ട് ഈസ് കംപ്ലീറ്റ് എന്നാണ് പറയുന്നത്. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്, ക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, എല്ലായിടും അടഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. സോ ആ സർക്യൂട്ട് എന്താണ്, കംപ്ലീറ്റ് ആണെന്ന് പറയാം. ദ സർക്യൂട്ട് ഈസ് നോട്ട് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ട്. അതായത് ആ സർക്യൂട്ട് കംപ്ലീറ്റ് അല്ല, അത് എന്താണ്, ഓപ്പൺ സർക്യൂട്ടാണ്. ഓക്കെ, ഇവിടെ രണ്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. സർക്യൂട്ട് 1 കൊടുത്തിട്ടുണ്ട്, സർക്യൂട്ട് 2 കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ആർ ദ ഫോളോയിങ് സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? വൈ? ഇവിടെ രണ്ട് സർക്യൂട്ടുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആ സർക്യൂട്ടുകൾ ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് സർക്യൂട്ട് എടുക്കാം. അതിൽ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ? ഗ്ലോ ചെയ്തിട്ടില്ല. ബാറ്ററി പോസിറ്റീവ്, റൈറ്റ് സൈഡിൽ പോസിറ്റീവ് ടെർമിനലായിട്ട് ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ ഏറ്റവും അറ്റത്തെ നെഗറ്റീവ് ടെർമിനലായിട്ട് ബൾബ് കണക്ട് ചെയ്തിട്ടില്ല. സോ അതിൽ ഇത് എന്താ ചെയ്യാം, ബൾബ് ഗ്ലോ ചെയ്യോ? ഇല്ല. അപ്പോൾ സർക്യൂട്ട് 1 ഈസ് നോട്ട് കംപ്ലീറ്റ് ആണ്. അവിടെ ഒരു ഭാഗത്ത് ഓപ്പൺ ആണ്, കണ്ടില്ലേ? അവിടെ ക്ലോസ് ചെയ്തിട്ടല്ലേ ഇരിക്കണത്, ഓപ്പൺ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ അത് നോക്കിയാൽ മതി. ഒരു സൈഡിൽ എന്തെങ്കിലും കണക്ട് ചെയ്തിട്ടില്ല, കണക്ഷൻ ഫുള്ളായിട്ടില്ല, കണക്ഷൻ നോട്ട് കംപ്ലീറ്റ്, അല്ലെങ്കിൽ സർക്യൂട്ട് 1 ഈസ് നോട്ട് കംപ്ലീറ്റ്, ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ട് 1 എന്താണ്, ഓപ്പൺ സർക്യൂട്ടാണ്. നെക്സ്റ്റ് സർക്യൂട്ട് നോക്കും, സർക്യൂട്ട് 2. അതിൽ രണ്ടും, അതായത് ബൾബ് 2 ബാറ്ററി ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ബൾബ് എന്താണ്, ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർക്യൂട്ട് എന്താണ്, കംപ്ലീറ്റ് സർക്യൂട്ടാണ് അല്ലേ? ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്, എല്ലാം കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഈ സർക്യൂട്ട് 2 ഈസ് കംപ്ലീറ്റ്. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സർക്യൂട്ട്. ഒരു ഭാഗത്തും ഓപ്പൺ ആയിട്ടില്ല, കണ്ടോ? എവിടെയെങ്കിലും ഓപ്പൺ ആണോ? അല്ല. എവിടെ ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഗവും എല്ലാം കണക്റ്റിംഗ് ആണ്, ഫുൾ കംപ്ലീറ്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് സർക്യൂട്ട്, ദാറ്റ്സ് വൈ ദ ബൾബ് ഗ്ലോസ്. അതുകൊണ്ടാണ് എന്ത്, ബൾബ് ഗ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ പ്രകാശിക്കാൻ കാരണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഓപ്പൺ സർക്യൂട്ട്, എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് മനസ്സിലായില്ലേ? ക്ലോസ്ഡ് ആണെങ്കിൽ ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആണ്, അവിടെ പ്രവർത്തനം നടക്കും, അല്ലെങ്കിൽ ബൾബ് പ്രകാശിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യും. ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ, അല്ല, ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ അവിടെ എവിടെയെങ്കിലും കണക്ഷൻ വിട്ടുകിടക്ക് അല്ലെങ്കിൽ കണക്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് എന്തായിരിക്കും, ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. വി യൂസ് ബൾബ്സ് ആൻഡ് ഫാൻസ് വൈൽ വി ആർ ഇൻ എ റൂം, ദെൻ ആർ ദ സർക്യൂട്ട്സ് ഓഫ് ദി ബൾബ്സ് ആൻഡ് ഫാൻസ് ക്ലോസ്ഡ് ഓർ ഓപ്പൺ? ഡോണ്ട് യു സ്വിച്ച് ഓഫ് ദ ബൾബ് ആൻഡ് ഫാൻ വെൻ യു ലീവ് ദ റൂം? ഹൗ ക്യാൻ വി മേക്ക് സർക്യൂട്ട്സ് ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് ആസ് റിക്വയർഡ്? ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അതായത് മുറിയിലിരിക്കുമ്പോൾ നമുക്ക് ബൾബും ഫാനും പ്രവർത്തിപ്പിക്കേണ്ടി വരാറുണ്ട് ഇല്ലേ? അപ്പോൾ ബൾബിലേക്കും ഫാനിലേക്കുമുള്ള സർക്യൂട്ടുകൾ അടഞ്ഞതാണോ അല്ലെങ്കിൽ തുറന്നതാണോ വേണ്ടത്? നിങ്ങൾ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ബൾബും ഫാനും ഓഫ് ചെയ്യാറുണ്ട്. അപ്പോഴൊക്കെ സർക്യൂട്ടുകൾ അടഞ്ഞതും തുറന്നതുമാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയായിരിക്കും? നമ്മൾ ഏതോ ഒരു സാധനം അമർത്തുമ്പോഴല്ലേ ആ സർക്യൂട്ട്, അതായത് ഫാൻ ഓൺ ആവണതും ഫാൻ ഓഫ് ആവണം, അതെന്താണ്? അതിനെയാണ് പറയുന്നത് സ്വിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ സ്വിച്ചാണ് എന്തിൽ, ഈ സർക്യൂട്ടിനെ ഓപ്പൺ ആക്കണതും ക്ലോസ്ഡ് ആക്കണതും. ഓക്കെ, സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ സർക്യൂട്ടാണ്, സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഓക്കെ, അപ്പോൾ സ്വിച്ച് എന്താണ്? A switch is a device for making a circuit open or closed when required. When the switch is turned on, the circuit is closed. When the switch is turned off, the circuit is open. നേരത്തെ പറഞ്ഞത് തന്നെ മനസ്സിലായോ? അതായത്
നമുക്ക് ആവശ്യാനുസരണം സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഒരു ഡിവൈസിൽ ഉള്ള സർക്യൂട്ടിനെ ഓപ്പൺ ആക്കാനും ക്ലോസ് ചെയ്യാനും സാധിക്കും. ഓക്കെ, സ്വിച്ച് ഓൺ ആണെങ്കിൽ അത് ക്ലോസ്ഡ് സർക്യൂട്ടും സ്വിച്ച് ഓഫ് ആണെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടും ആയിരിക്കും. ഓക്കെ, അപ്പോൾ തെറ്റരുത് കേട്ടോ, തെറ്റാണ്ട് പഠിക്കുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ ബൾബ് പ്രകാശിക്കും. സോ എല്ലാ കണക്ഷൻസും ക്ലോസ്ഡ് ആണ്, എവിടെയും ഓപ്പൺ അല്ല, എവിടെയും ബ്രോക്കൺ ഇല്ല, അല്ലെങ്കിൽ എവിടെയും തുറന്നിട്ടിട്ടില്ല. എല്ലാം ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് അവിടെ ബൾബ് പ്രകാശിച്ചത്. സോ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. ഓക്കെ, വെൻ സ്വിച്ച് ടേൺഡ് ഓഫാക്കിയപ്പോൾ അവിടുത്തെ കണക്ഷൻ വിടിയിച്ചു. അപ്പോൾ സർക്യൂട്ട് ഓപ്പൺ ആയി. സോ ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ. അതിന് നമുക്ക് ആവശ്യാനുസരണം സർക്യൂട്ട് ഓപ്പണും ക്ലോസും ചെയ്യാനുള്ള ഡിവൈസിനെ പറയുന്ന പേരാണ് എന്ത്? സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യനുള്ള ആൻസർ എഴുതിക്കൂടെ? ഹൗ ടു മേക്ക് എ സർക്യൂട്ട് ഓപ്പൺ ഓർ ക്ലോസ്ഡ് വെൻ എവർ റിക്വയർഡ്. നമുക്ക് ആവശ്യാനുസരണം എങ്ങനെയാണ് സർക്യൂട്ട് ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റുക മനസ്സിലായില്ലേ? അതിന് ഏത് ഡിവൈസാണ് വേണ്ടത്? സ്വിച്ചാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ സ്വിച്ച് ഈസ് എ ഡിവൈസ് ഫോർ മേക്കിംഗ് എ സർക്യൂട്ട് ഓപ്പൺ ഓർ ക്ലോസ്ഡ് വെൻ റിക്വയർഡ്. വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓൺ ദ സർക്യൂട്ട് ഈസ് ക്ലോസ്ഡ്. വെൻ ദ സ്വിച്ച് ഈസ് ടേൺഡ് ഓഫ് ദ സർക്യൂട്ട് ഈസ് ഓപ്പൺ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഭാഗം, അതായത് ഒഴുകുന്ന വൈദ്യുതി. ഓക്കെ, നമ്മളിപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് അവിടെ ആ സർക്യൂട്ടിൽ വൈദ്യുതി നിന്ന് ബാറ്ററി എവിടേക്ക് എത്തുന്നത്? വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത് അല്ലേ? ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ആ സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തും അല്ലേ? അപ്പോൾ ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാ വസ്തുക്കളും കടത്തിവിടുമോ? വൈദ്യുതി കടത്തിവിടുമോ? അപ്പോൾ ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് വൈദ്യുതി എത്തുന്നത് അവിടെ എന്താണ്? ഒരു കണക്റ്റിംഗ് വയറുണ്ട്. ആ കണക്റ്റിംഗ് വയറിലൂടെയാണ് വൈദ്യുതി എത്തുന്നത് അല്ലേ? ഈ കണക്റ്റിംഗ് വയറിന് പകരം നമുക്ക് വേറെ സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈദ്യുതി കടത്തിവിടാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു LED മൊഡ്യൂൾ, ഒരു ബാറ്ററി, കണക്റ്റിംഗ് വയറൊക്കെ ഉപയോഗിച്ചിട്ട് ആ എയും ബിയുടെയും ടെർമിനൽസ് നമ്മൾ കുറച്ച് വേറെ ഒബ്ജക്റ്റുകളായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ കൂടെ വൈദ്യുതി വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അറേഞ്ച് ദ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ. കണക്ട് ദ എൻഡ്സ് മാർക്ക്ഡ് എ ആൻഡ് ബി വിത്ത് എ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റ്. ടാബ്ലേറ്റ് ദ ഒബ്സർവേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസും അതിൻ്റെ ഒബ്സർവേഷൻസ് ഇൻഫറൻസുമാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. പേപ്പർ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് എയുടെ ബിയുടെ അവിടെ കണക്ട് ചെയ്തു. LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. അവിടെ LED മൊഡ്യൂൾ ഗ്ലോ ചെയ്യോ? ഇല്ല. എന്താണ്? ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതിൽ കൂടെ വൈദ്യുതി കടന്നു പോയിട്ടില്ല. നെക്സ്റ്റ് സേഫ്റ്റി പിന്നായിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്തായി? LED മൊഡ്യൂൾ ഗ്ലോ ചെയ്തു. സോ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വുഡൻ പീസ് ആണെങ്കിൽ ഡിഡിൻറ്റ് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സ്റ്റീൽ സ്കെയിൽ ആണെങ്കിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ചാർക്കോൾ ആണെങ്കിലോ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പെൻസിൽ ഗ്രാഫൈറ്റ് ആണെങ്കിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പ്ലാസ്റ്റിക് ബാങ്കിലാണെങ്കിൽ LED മൊഡ്യൂൾ ഡിഡൻറ്റ് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. മെറ്റൽ ബാങ്കിലാണെങ്കിൽ LED ഗ്ലോ ചെയ്തു, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വെറ്റ് പേപ്പർ ആണെങ്കിലോ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കോപ്പർ വയർ ആണെങ്കിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ചോക്ക് ആണെങ്കിൽ ഡിഡ് നോട്ട് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സോ നമ്മൾ ആ ടേബിൾ കണ്ടു ഇല്ലേ? ഇനി വിച്ച് ഓഫ് ദി മെറ്റീരിയൽ യു യൂസ്ഡ് മെയ്ഡ് ദ LED ഗ്ലോ? വാട്ട് കുഡ് ബി ദ റീസൺ? ഇതിൽ ഏത് മെറ്റീരിയൽസ് ഉപയോഗിച്ചപ്പോഴാണ് LED മൊഡ്യൂൾ ഗ്ലോ ചെയ്തത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് LED മൊഡ്യൂൾ ഗ്ലോ ചെയ്തിട്ടുള്ളത്? ഒന്ന് നോക്കിക്കേ. ഏതൊക്കെയാണ്? സേഫ്റ്റി പിൻ ഉണ്ട്, സ്റ്റീൽ സ്കെയിൽ ഉണ്ട്, ചാർക്കോൾ ഉണ്ട്, പെൻസിൽ ഗ്രാഫൈറ്റ്, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, കോപ്പർ വയർ. സോ എന്താണ് ഇതിൻ്റെ റീസൺ? ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതിൽ കൂടെ വൈദ്യുതി കടന്നു പോകുന്നു. അതുകൊണ്ടാണ് അതിൽ LED കത്താൻ കാരണം, LED ഗ്ലോ ചെയ്യാൻ കാരണം. സോ ഇതൊക്കെയാണ് കടത്തിവിടുന്ന, അതായത്
വൈദ്യുതി കടത്തി വിടുന്ന അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കടന്നു പോകുന്ന മെറ്റീരിയൽസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Place your fingers over the ends of A and B in the device made for the experiment. Does the LED glow? Repeat the experiment with the wet fingers. What change will you notice? Give reason. അതായത് നമ്മുടെ കൈ ആദ്യം ഫിംഗേഴ്സ് ഈ എ ആൻഡ് ബി ടെർമിനൽസ് വെച്ച് നോക്കുക. അപ്പോൾ LED ഗ്ലോ ചെയ്യുന്നുണ്ടോ? LED ഗ്ലോ ചെയ്യുന്നില്ല. കാരണം നമ്മുടെ കയ്യിൽ ഇതൊന്നുമില്ല. നനവായിട്ട് നമ്മൾ LED എ ആൻഡ് ബി ടെർമിനൽസ് വെച്ച് നോക്കാം. LED പ്രകാശിക്കുന്നുണ്ടോ? LED പ്രകാശിക്കും. കാരണം എന്താണ്? വെറ്റ് ഫിംഗേഴ്സാണ്. അതായത് വെറ്റായിട്ടുള്ള മെറ്റീരിയൽസിൽ കൂടെ എനർജി ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യും. ദ ബൾബ് light up only when the fingers are wet. The bulb light up only when the fingers are wet. വെറ്റായിട്ടുള്ള ഫിംഗേഴ്സിൽ കൂടിയാണ് ബൾബ് കത്തിയതെന്ന് പറഞ്ഞു. വെറ്റ് മെറ്റീരിയൽസ് ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി. വെറ്റ് മെറ്റീരിയൽസ് എന്താണ്? അതായത് നനഞ്ഞ വസ്തുക്കൾ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഇലക്ട്രിസിറ്റി കടത്തിവിടും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പം മനസ്സിലായോ? നമ്മൾ നനഞ്ഞ കൈകൾ കൊണ്ട് എന്താ പറയുക, സ്വിച്ച് ഓൺ ചെയ്യരുത്, ഓപ്പറേറ്റ് ചെയ്യരുത് എന്ന് മനസ്സിലായോ? ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഇറ്റ്. എന്തായിരിക്കും കാരണം? വെറ്റ് കൈകൾ കൊണ്ട് നമ്മൾ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്തതെന്ന് കാരണം എന്താ? വെറ്റ് ഫിംഗേഴ്സ് എന്താണ്? വെറ്റ് ഹാൻഡ് എന്താണ്? ഇലക്ട്രിസിറ്റി ട്രാൻസ്മിറ്റ് ചെയ്യും. വെറ്റ് മെറ്റീരിയൽസ് ട്രാൻസ്മിറ്റ് ഇലക്ട്രിസിറ്റി. ഓക്കെ, wet materials will conduct electricity, so operating the switch with wet hands can cause electric shock. നമുക്ക് എന്ത് ചെയ്യും? അതിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ നമ്മൾ വെറ്റ് ഹാൻഡും കൊണ്ട് തൊടുമ്പോൾ അതിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകും. സോ നമുക്ക് എന്താ ഉണ്ടാവുക? ഷോക്ക് അടിക്കൂല്ലേ, ഇല്ലേ? സോ അതുകൊണ്ട് നമ്മൾ വെറ്റ് ഹാൻഡ് കൊണ്ട് അല്ലെങ്കിൽ നനഞ്ഞ കൈകൾ കൊണ്ട് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യരുത്. ഓക്കെ, അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പം മനസ്സിലായില്ല എന്താണ്? അപ്പോൾ വെറ്റ് മെറ്റീരിയൽസ് conduct electricity, so operating the switch with wet hands can cause electric shock. അത് മെമ്മറിയിൽ നല്ലോണം കയറ്റിയേക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, അതായത് ചാലകങ്ങളും ഇൻസുലേറ്ററുകളും എന്നാണ് പറയുന്നത്. കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, ചാലകങ്ങളും ഇൻസുലേറ്ററുകളും. എന്താണ് ചാലകങ്ങൾ? എന്താണ് ഇൻസുലേറ്റേഴ്സ്? എന്താണ് കണ്ടക്ടേഴ്സ്? എന്താണ് ഇൻസുലേറ്റേഴ്സ്? നമുക്ക് നോക്കാം. എന്താണ് കണ്ടക്ടേഴ്സ്? കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത്? കണ്ടക്ടേഴ്സ് അഥവാ ചാലകങ്ങൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് എക്സാമ്പിളുകൾ? അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, വാട്ടർ. ഇതൊക്കെയാണ് എന്ത്? വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഇവിടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഗോൾഡ്, അയൺ, സ്റ്റീൽ, സിൽവർ, കോപ്പർ, സീ വാട്ടർ. ഇതിൻ്റെ ചിത്രങ്ങൾ അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, വാട്ടർ. ഇതൊക്കെ എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്, ചാലകങ്ങളാണ്, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ്. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലൗ ഇലക്ട്രിസിറ്റി, വൈദ്യുതി കടത്തിവിടുന്ന, ടു പാസ് ത്രൂ ദം. allow electricity to pass through them is called in the conductors എന്ന് പറയുന്നത് അഥവാ ചാലകങ്ങൾ. വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് എന്ത്? കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻസുലേറ്റേഴ്സ്. കണ്ടക്ടേഴ്സ് വൈദ്യുതി കടത്തിവിടും. സോ ഇൻസുലേറ്റേഴ്സ് എന്താണ്? ഡസ് നോട്ട് അലൗ ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ കണ്ടക്ടേഴ്സ് എന്താ പറയും? ഇൻസുലേറ്റേഴ്സ് എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തത്. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് അലൗ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. എന്തൊക്കെയാണ് എക്സാമ്പിളുകൾ? ഡ്രൈ വുഡൻ ബ്ലോക്ക്, അതായത് ഉണങ്ങിയ മരത്തടികൾ, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത്, റബ്ബർ, ഫാബ്രിക്സ്, എയർ,
ഗ്ലാസ്, ഇതൊക്കെ എന്താണ്? വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. ഇതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് അഥവാ വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ. ഓക്കെ, ഇൻസുലേറ്റേഴ്സ്. Insulators are the substances that do not allow electricity to pass through them. Conductors are the substances that allow electricity to pass through them. ഓക്കെ, അപ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി, എന്താണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് എന്ന് മനസ്സിലായില്ലേ? ഇനി there are many situations where conductors and insulators are used. Tabulate such situations you are familiar with. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ കണ്ടക്ടേഴ്സും അതുപോലെ തന്നെ ഇൻസുലേറ്റേഴ്സും ഉപയോഗിക്കുന്ന ധാരാളം സന്ദർഭങ്ങളുണ്ട് ഇല്ലേ? അപ്പോൾ അവ ഏതാണെന്ന് നമുക്കറിയാവുന്നത് പട്ടികപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, കണ്ടക്ടർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഏതാണെന്ന് നോക്കാം. സിറ്റുവേഷൻസ് ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. കോപ്പർ വയർ ഈസ് യൂസ്ഡ് ടു ക്യാരി ഇലക്ട്രിസിറ്റി ടു ബൾബ്. അതായത് ബൾബിലേക്ക് വൈദ്യുതി കടന്നു പോകാൻ ചെമ്പ് കമ്പി ഉപയോഗിക്കുന്നു. ഓക്കെ, copper wire is used to carry electricity to bulb. Okay, next, aluminum wire is used to carry electricity from line to the houses. അതായത് ലൈനിൽ നിന്ന് വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ അലുമിനിയം കമ്പി ഉപയോഗിക്കുന്നു അല്ലേ? കണ്ടിട്ടില്ലേ? ലൈനിൽ നിന്ന് വീട്ടിലേക്ക് വൈദ്യുതി എത്തിക്കാൻ അലുമിനിയം കമ്പി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, the parts of electric devices which should allow electricity are made with metals. അതായത് ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗം ചെമ്പ് കൊണ്ടോ അലുമിനിയം കൊണ്ടോ നിർമ്മിക്കുന്നു. എന്നാലല്ലേ വൈദ്യുതി കടന്നു പോവുള്ളൂ. അപ്പോൾ ഉപകരണങ്ങളിൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗം ചെമ്പ് കമ്പി കൊണ്ടോ അല്ലെങ്കിൽ അലുമിനിയം കൊണ്ടോ നിർമ്മിക്കുന്നു. മെറ്റൽസ് ഉപയോഗിച്ചിട്ടായിരിക്കും അത് ഉണ്ടാകുന്നത്. സോ മെറ്റൽസിൽ എന്താണ്? ഇലക്ട്രിസിറ്റി അലൗ ചെയ്യും. ഓക്കെ, ദെൻ ഫ്യൂസ് വയേഴ്സ് ആർ മെയ്ഡ് യൂസിങ് കണ്ടക്ടേഴ്സ്. അതായത് ഫ്യൂസ് കമ്പികൾ നിർമ്മിക്കാൻ ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് സിറ്റുവേഷൻസ് ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. കണ്ടക്ടർ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ്. നെക്സ്റ്റ്, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. ഇൻസുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ്? കോപ്പർ വയർ ആർ ഇൻസുലേറ്റഡ് വിത്ത് പ്ലാസ്റ്റിക് ഫോർ സേഫ്റ്റി. അതായത് ഈ സുരക്ഷയ്ക്കായിട്ട് ചെമ്പ് കമ്പി പൊതിയാൻ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട്. സോ അത് ഇൻസുലേറ്റർ ആണ്. അങ്ങനത്തെ സന്ദർഭം നമ്മൾ കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ്, ദ ജോയിനിങ് പ്ലേസസ് ഓഫ് വയേഴ്സ് ആർ കവേർഡ് യൂസിങ് ഇൻസുലേഷൻ ടേപ്പ്. നമ്മുടെ ആ ജോയിൻ ചെയ്യുന്ന വയറുകളൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ആ ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ട്. സോ അതൊരു ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റർ യൂസ് ചെയ്യുന്ന സന്ദർഭമാണ്. നെക്സ്റ്റ്, ദ പാർട്സ് ഓഫ് ഇലക്ട്രിക് ഡിവൈസസ് വേർ വി ടച്ച് ആർ മെയ്ഡ് വിത്ത് ഇൻസുലേറ്റേഴ്സ്. അതായത് നമ്മൾ വൈദ്യുത ഉപകരണങ്ങളിൽ നമ്മൾ സ്പർശിക്കുന്ന ഭാഗം, നമ്മൾ തൊടുന്ന, നമ്മൾ ടച്ച് ചെയ്യുന്ന ഭാഗം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഹാൻഡിൽസ് ഓഫ് ഇലക്ട്രിക് ടെസ്റ്റേഴ്സ് ആർ മെയ്ഡ് വിത്ത് പ്ലാസ്റ്റിക്. അതായത് വൈദ്യുത ടെസ്റ്ററിൻ്റെ പിടി പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. എന്താണ്? ഇൻസുലേറ്റർ ആയതുകൊണ്ട്. സോ അതെന്താണ്? വൈദ്യുതി കടത്തിവിടില്ല. കാരണം നമ്മൾ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് പ്ലഗിൻ്റെ ഉള്ളിൽ വൈദ്യുതി അതിൽ കൂടെ വരുന്നുണ്ടോ നോക്കാം, ഇലക്ട്രിസിറ്റി വരുന്നുണ്ടോ നോക്കാൻ വേണ്ടി തൊടില്ലേ. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കില്ലേ സാധാരണ. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഭാഗം എന്താണ്? നമ്മൾ പിടിക്കുന്ന ഭാഗം എന്താണ്? പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്താണ്? അത് ഷോക്ക് അടിക്കാതിരിക്കും. ഇൻസുലേറ്റർ ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്താണ്, കണ്ടക്ടേഴ്സ് എന്താണെന്ന് മനസ്സിലായി. അവ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളും നമ്മൾ മനസ്സിലാക്കി ഇല്ലേ? ഇനിയും സന്ദർഭങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കുക കേട്ടോ. ഇനി നമ്മൾ മുന്നേ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് എയും ബിയും ടെർമിനലുകൾ പല മെറ്റീരിയൽസ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ കൂടെ എന്താ പറയുക, വൈദ്യുതി കടന്നു പോകുന്നുണ്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. അപ്പോൾ ആ എക്സ്പെരിമെൻ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതിൽ ആ എയും ബിയും കണക്ട് ചെയ്യേണ്ട സബ്സ്റ്റൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ലെറ്റ്സ് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ദാറ്റ് യു ഹാവ് ഡൺ ടു ഡിസ്റ്റിങ്വിഷ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അതായത് കണ്ടക്ടേഴ്സ് ഏതാണ്, ഇൻസുലേറ്റേഴ്സ് ഏതാണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സ്പെരിമെൻ്റ് ഒന്നുകൂടി കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കണക്ട് ദ എൻഡ്സ് എ ആൻഡ് ബി യൂസിങ് ഈച്ച് ഓഫ് ദി ഫോളോയിങ് സബ്സ്റ്റൻസസ്. എന്തൊക്കെയാണ് മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടത്? അയൺ നെയിൽ, കോപ്പർ വയർ, സിൽവർ ഓർണമെൻറ്റ്, ഗോൾഡ് ഓർണമെൻറ്റ്, അലുമിനിയം വയർ, എ പീസ് ഓഫ് സിങ്ക്,
lead wire, magnesium ribbon and a piece of tin sheet. ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളോട് എയും ബിയും ടെർമിനൽസ് കണക്ട് ചെയ്തിട്ട് ഇൻസുലേറ്റേഴ്സിനെയും കണ്ടക്ടേഴ്സിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തപ്പോൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഡു ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഇതിലത്തെ എല്ലാ സബ്സ്റ്റൻസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ? അതായത് വൈദ്യുതി കടത്തിവിടുന്നതാണോ? അതെ, ഇതിലത്തെ എല്ലാ മെറ്റീരിയൽസും സബ്സ്റ്റൻസസും കണ്ടക്ട് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നതാണ്, വൈദ്യുതി കടത്തിവിടുന്നതാണ്. ഡു ദീസ് സബ്സ്റ്റൻസസ് ഹാവ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്? ഈ സബ്സ്റ്റൻസിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഉണ്ടോ, എന്തെങ്കിലും പൊതുവായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഓൾ സബ്സ്റ്റൻസസ് ആർ മെറ്റൽസ് ആണ്. ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ എന്താണ്? മെറ്റൽസ് ആണ്. മെറ്റൽസ് എന്താണ്? ഓൾ മെറ്റൽസ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ മെറ്റലുകളും വൈദ്യുതി കടത്തിവിടുന്നു. ഓക്കെ, അപ്പോൾ അതും കൂടി നോട്ട് ചെയ്തേക്കാട്ടെ. ഇതൊക്കെ ചോദിക്കും. ഈ അയൺ നെയിൽ, കോപ്പർ വയർ, സിൽവർ ഓർണമെൻറ്റ്, ഗോൾഡ് ഓർണമെൻറ്റ്, അലുമിനിയം വയർ, പീസ് ഓഫ് സിങ്ക്, ലെഡ് വയർ, അതുപോലെ തന്നെ മഗ്നീഷ്യം റിബൺ ആൻഡ് പീസ് ഓഫ് ടിൻ ഷീറ്റ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളോട് ഇതുപോലെ പരീക്ഷണം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. അതുപോലെ തന്നെ അതിൽ ഇതൊക്കെ വൈദ്യുതി കടത്തിവിടുന്നതാണോ, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ടോ, എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോമൺ ആയിട്ട് എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക, എക്സാമിന് വരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക കേട്ടോ. ഓൾ സബ്സ്റ്റൻസ്, ഇതിലത്തെ എല്ലാ സബ്സ്റ്റൻസും എന്താണ്? മെറ്റൽസ് ആണ്. സോ മെറ്റൽസ്, ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. മെറ്റലുകളൊക്കെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ്, ഇലക്ട്രിസിറ്റി അതിൽ കൂടെ പാസ് ചെയ്യുന്നതാണ്, മെറ്റൽസിൽ കൂടെ ഒക്കെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ്. അതൊക്കെ കണ്ടക്ടേഴ്സാണ്, ചാലകങ്ങളാണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജസ്റ്റ് നമ്മുടെ അറിവിന് വേണ്ടിയിട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വയേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഇലക്ട്രിക് ലൈൻസിലും അതുപോലെ തന്നെ നമ്മൾ എവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടോ അതിലൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് വയറുകളെ കുറിച്ച് നമുക്ക് നോക്കാം. മൾട്ടി സ്റ്റാൻഡേർഡ് വയർ ഉണ്ട്. അതായത് മോർ ദാൻ 10 copper wires are covered by an insulator. Wires of this kind of are used to domestic electrification. അതായത് അതിൽ അതായത് ഡൊമസ്റ്റിക് ആയിട്ടുള്ള നമ്മുടെ സാധാരണ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ട്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വയറുകളാണ് യൂസ് ചെയ്യുക. മൾട്ടി സ്റ്റാൻഡേർഡ് വയറാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതുപോലത്തെ വയറുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അപ്പോൾ ഇതിൽ ഒരു വയറിൽ 10 കോപ്പർ വയേഴ്സാണ് ഉണ്ടായിരിക്കുക. 10 കോപ്പർ വയറുകൾ ഒരു ഇൻസുലേറ്ററായിട്ട് കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. പുറമേയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ അതാണ് ഇൻസുലേറ്റർ. അതായിട്ട് കവർ ചെയ്തിട്ട് 10 കോപ്പർ വയറുകളുള്ള ഇതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടി സ്റ്റാൻഡേർഡ് വയർ എന്ന് പറയുന്നത്. ഇതൊക്കെ സാധാരണ ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ആണ് ലാമിനേറ്റഡ് വയർ എന്ന് പറയുന്നത്. അതായത് കോപ്പർ വയേഴ്സ് ലാമിനേറ്റഡ് വിത്ത് വാർണിഷ്. ദിസ് ടൈപ്പ് ഓഫ് വയർ ഈസ് യൂസ്ഡ് ഫോർ വൈൻഡിങ് മോട്ടോഴ്സ്. മോട്ടറുകളൊക്കെ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള വയറുകളാണ് യൂസ് ചെയ്യുക. ലാമിനേറ്റഡ് വിത്ത് വാർണിഷ് കോപ്പർ വയേഴ്സാണ് സാധാരണ യൂസ് ചെയ്യുക. അപ്പോൾ ദിസ് ടൈപ്പ് ഓഫ് വയർ ഈസ് യൂസ്ഡ് ടു വൈൻഡിങ് മോട്ടോഴ്സ്. കോപ്പർ വയേഴ്സ് ലാമിനേറ്റഡ് വിത്ത് ദിസ് വാർണിഷ്. ലാമിനേറ്റ് ചെയ്യുന്നത് വാർണിഷ് വെച്ചിട്ടാണ്. കോപ്പർ വയർസാണ് സാധാരണ ലാമിനേറ്റഡ് വയർ എന്ന് പറയുന്നത്. സോ അതൊക്കെ എന്തിനാണ്? വൈൻഡിങ് മോട്ടോഴ്സൊക്കെ വൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ? നെക്സ്റ്റ് വരുന്നതാണ് നോൺ ഇൻസുലേറ്റഡ് വയർ. അതായത് ഒരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രിസിറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് നോൺ ഇൻസുലേറ്റഡ് വയർ. ഇത് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഇതുപോലത്തെ വയറുകൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എന്താ പറയുക, ഹൗസിലേക്കൊക്കെ വൈദ്യുതി തരുന്ന വയറുകൾ കണ്ടിട്ടില്ലേ? അതൊന്നും എന്ത് ചെയ്തിട്ടുണ്ടാവും? അവർ ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് എന്ത്? നോൺ ഇൻസുലേറ്റഡ് വയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് സർവീസ് വയർ എന്ന് പറയുന്നത്. സർവീസ് വയർ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ദ വയേഴ്സ് ഓഫ് ദിസ് കൈൻഡ് ആർ യൂസ്ഡ് ടു ഗിവ് ഇലക്ട്രിക് കണക്ഷൻസ് ടു ഹൗസസ് ഫ്രം ദ മെയിൻ ലൈൻ. അതായത് മെയിൻ ലൈനിൽ നിന്ന് ഇലക്ട്രിക് കണക്ഷൻസ് ഹൗസിലേക്ക് കൊടുക്കുന്നതാണ് എന്ത്? ഇതുപോലത്തെ സർവീസ് വയർ ഉപയോഗിച്ചിട്ട്. ഓക്കെ, ദർ ആർ മോർ ലെയേഴ്സ് ഓഫ് ഇൻസുലേഷൻസ് ഫോർ ദ മെറ്റൽ വയർ ഇൻസൈഡ്. ഇതിൻ്റെ മെറ്റൽ വയറിൻ്റെ ഉള്ളിൽ
കുറേയധികം ലെയറായിട്ടുള്ള ഇൻസുലേഷൻസ് ഉണ്ടായിരിക്കും. അതായത് മെയിൻ ലൈനിൽ നിന്ന് വീടുകളിലേക്ക് കൊടുക്കുന്ന എന്താ പറയുക വയറല്ലേ, അപ്പോൾ അതെന്താണ് വളരെയധികം പ്രൊട്ടക്ഷൻ വേണ്ടതാണ്. സോ അതുകൊണ്ടാണ് മോർ ലെയേഴ്സായിട്ടുള്ള ഇൻസുലേഷൻസ് അതിലുള്ളത്. അപ്പോൾ അതാണ് എന്ത് സർവീസ് വയർ എന്ന് പറയുന്നത്. ഇതാണ് വിവിധതരം വയറുകൾ. ഇതൊന്ന് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മളോട് കുറച്ച് മിനി മോട്ടറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളോട് കുറച്ച് സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു കാർഡ് ബോർഡിലോ അല്ലെങ്കിൽ ഒരു കോക്ക് ഷീറ്റിലൊക്കെ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള ബോർഡിലൊക്കെ ഇതുപോലത്തെ സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളോട് ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾ സർക്യൂട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. അതാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇൻസ്ട്രുമെൻറ്റ് റിലേറ്റഡ് വിത്ത് ഇലക്ട്രിസിറ്റി, വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ട ചില ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വരുന്ന ഇൻസ്ട്രുമെൻ്റാണ് ഇത് കട്ടിംഗ് പ്ലയർ. നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ കട്ടിങ് ദ വയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കട്ടിംഗ് പ്ലയേഴ്സ് യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ആണ് സ്ട്രിപ്പർ ഓർ സ്ട്രിപ്പർ. ഓക്കെ, സ്ട്രിപ്പർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോർ റിമൂവിങ് ദ ഇൻസുലേഷൻ ഓഫ് ദി വയർ. അതായത് നമ്മുടെ വയറിലെ ഇൻസുലേഷൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രിപ്പർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് സ്ക്രൂ ഡ്രൈവർ ടു ടൈറ്റൻ ആൻഡ് ലൂസൻ ദ സ്ക്രൂസ് ടു ഫിക്സ് ദ വയർ ഇൻ സ്വിച്ചസ് ബൾബ് ഹോൾഡേഴ്സ്. അതായത് ഈ സ്ക്രൂകളൊക്കെ ലൂസ് ചെയ്യാനും ടൈറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സ്വിച്ചുകളും ബൾബ് ഹോൾഡേഴ്സൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്ക്രൂ ഡ്രൈവേഴ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ടെസ്റ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ത്? ടെസ്റ്റർ എന്ന് പറയുന്നത്. ടു ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതിൽ കൂടെ അവിടെ ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട്. സോ ഏതൊക്കെ ഇൻസ്ട്രുമെൻ്റാണ് ഉള്ളത്? കട്ടിംഗ് പ്ലയേഴ്സ്, സ്ട്രിപ്പർ, ദെൻ സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ. ഓക്കെ, ഇതും കൂടി പഠിച്ചേക്കുക കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് സിംബൽസ്. അതായത് ഓരോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റിനും പറ്റിയിട്ടുള്ള സിംബൽ ഏതാണ്, നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് നമ്മൾ സർക്യൂട്ടുകളൊക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലത്തെ സിംബലുകൾ ആവശ്യമാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് എന്താണ് സിംബലുകൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും നേരെ അതിൻ്റെ ഫിഗർ, അതിൻ്റെ സിംബൽ, അതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. കണ്ടക്റ്റിംഗ് വയറിന് കണ്ടോ, ഫസ്റ്റത്തെ കണ്ടക്റ്റിംഗ് വയറാണ്, അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സിംബൽ കണ്ടില്ലേ, ജസ്റ്റ് നേരെ ഒരു വര. നെക്സ്റ്റ് വരുന്നതാണ് സ്വിച്ച് ഓഫ് മോഡ്. സ്വിച്ച് ഓഫ് ആയിട്ടിരിക്കുമ്പോഴുള്ള ഇത് കണ്ടില്ലേ, അതായത് അത് കണക്റ്റഡ് ആയിരിക്കില്ല, മുകളിലേക്ക് പൊന്തിയിട്ടാണ് ഇരിക്കുക. സ്വിച്ച് ഓൺ മോഡാണെങ്കിൽ ഫുൾ കണക്റ്റഡ് ആണ്, ക്ലോസ്ഡ് ആണ്. നെക്സ്റ്റ് സെല്ലാണെങ്കിൽ എന്താണ്? പോസിറ്റീവ് നെഗറ്റീവ്. നെക്സ്റ്റ് ബാറ്ററി ആണെങ്കിൽ രണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യുക, അങ്ങനത്തെ ഒരു സിമ്പിളാണ്. നെക്സ്റ്റ് ഈ അൺലിറ്റ് ബൾബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശിക്കാത്ത ബൾബ്, അതിൻ്റെ സിമ്പിളാണ് ഒരു വട്ടത്തിൽ ഇൻറ്റു മാർക്കായിട്ടുള്ളത്. നെക്സ്റ്റ് ഗ്ലോയിങ് ബൾബ് ആണെങ്കിൽ ആ ഇൻറ്റു മാർക്കിൻ്റെ അവിടെ മുകളിൽ ഗ്ലോ ചെയ്യുന്ന പോലെ ഒരു വരകൾ കൊടുത്തിട്ടുള്ളതാണ് അതിൻ്റെ സിമ്പിൾ. ദെൻ ബസറിൻ്റെ സിമ്പിൾ, ബസർ കണ്ടില്ലേ, ബസറിൻ്റെ സിമ്പിളാണിത്. ദെൻ മിനി മോട്ടറിൻ്റെ സിമ്പിൾ എം എഴുതിയിട്ട് വട്ടത്തിൻ്റെ ഉള്ള എം എഴുതിയിട്ടുള്ളതാണ്. എൽ ഇ ഡിയുടെ സിമ്പിളാണിത്, കണ്ടില്ലേ. ഇതൊക്കെയാണ് സിമ്പിൾസ്. ഈ സിമ്പിൾസ് പഠിക്കണം കേട്ടോ, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇത് ഏതിൻ്റെ സിമ്പിളാണെന്ന് ചോദിക്കും, അപ്പോൾ അത് പഠിച്ചേക്കും. പിന്നെ സർക്യൂട്ടുകൾ വരയ്ക്കാനും നമുക്ക് ആവശ്യമാണ് കേട്ടോ. ഇവിടെ 2 സർക്യൂട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ സർക്യൂട്ടിലും ഓരോ സിമ്പിൾസ് കൊടുത്തിട്ടില്ലേ, ABCD കൊടുത്തിട്ടുണ്ട്. ആ എയും ബിയും സിയും എന്താണെന്ന് ഒരു സർക്യൂട്ടിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എയിലത്തെ ഫസ്റ്റ് സർക്യൂട്ട് നോക്കുക. ഫസ്റ്റ് സർക്യൂട്ട് എ എന്താണ് നമ്മൾ പഠിച്ചിട്ട്? അൺലിറ്റ് ബൾബ്, അതായത് ബൾബ് പ്രകാശിക്കാത്ത ബൾബിനെയാണ് ഫസ്റ്റത്തെ ആ വട്ടത്തിനുള്ള ഇൻറ്റു മാർക്ക്. ബി എന്താണ്? അത് സെല്ലാണ്. നെക്സ്റ്റ് സ്വിച്ച് ഓഫ് മോഡാണ് സി എന്ന് പറയുന്നത്. ഡി എന്താണ്? കണ്ടക്റ്റിംഗ് വയറാണ്. നെക്സ്റ്റ് വരുന്ന സർക്യൂട്ട് 2, അതിൽ എ എന്താണ്? ഗ്ലോയിങ് ബൾബാണ്, ബൾബ് ഗ്ലോ ചെയ്യുന്നതാണ്. ബി എന്താണ്? സെല്ലാണ്.
സി സ്വിച്ച് ഓൺ മോഡാണ് അല്ലേ, അവിടെ ക്ലോസ്ഡ് ആണ് അല്ലേ, ക്ലോസ്ഡ് ആണ്. സോ അത് സ്വിച്ച് ഓൺ മോഡാണ്. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്റ്റിംഗ് വയർ. ഇതൊക്കെയാണ് അതിൻ്റെ സിമ്പിൾസ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സർക്യൂട്ട്. ഈ രണ്ട് സർക്യൂട്ടുകൾ തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ഫസ്റ്റ് സർക്യൂട്ടിൽ സ്വിച്ച് ഈസ് ഓഫ് മോഡാണ് അല്ലേ. സോ ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്, ദ ബൾബ് ഡസൻ ലൈറ്റ് അപ്പ്. സർക്യൂട്ട് 1 സ്വിച്ച് ഓഫ് മോഡ് ആയതുകൊണ്ട് അത് ഓപ്പൺ സർക്യൂട്ടാണ്, ബൾബ് കത്തിയിട്ടില്ല, ബൾബ് ക്ലോസ് ചെയ്തിട്ടില്ല. സെക്കൻഡ് സർക്യൂട്ടിൽ സ്വിച്ച് ഓൺ മോഡാണ്, ക്ലോസ്ഡ് സർക്യൂട്ടാണ്, ബൾബ് ലൈറ്റ്സ് അപ്പ്, ബൾബ് അവിടെ പ്രകാശിക്കുന്നുണ്ട്. ഇതാണ് ഈ രണ്ട് സർക്യൂട്ടുകൾ തമ്മിലുള്ള ഡിഫറൻസസ്. ഓക്കെ, അപ്പോൾ ഒരു സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്, ഡ്രോ ദ സർക്യൂട്ട്സ് യു ഹാവ് ഓൾറെഡി മെയ്ഡ് യൂസിങ് ദ സിംബൽസ്. അതായത് സർക്യൂട്ട് വിത്ത് യൂസിങ് ബസർ, സർക്യൂട്ട് യൂസിങ് മിനി മോട്ടർ വെച്ചിട്ട് നമ്മളോട് സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളിതുപോലെ സർക്യൂട്ടുകൾ വരയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ട്, ഓപ്പൺ സർക്യൂട്ട് ഉണ്ട്, യൂസിങ് ബസർ വെച്ചിട്ടുണ്ട്, യൂസിങ് മിനി മോട്ടർ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതുപോലെ വരയ്ക്കുക കേട്ടോ. നെക്സ്റ്റ്, we can use 9 volt battery and the LED module for making emergency lamp. How will you connect them to make a circuit? Try to draw it. അതായത് നമ്മളോട് ഇതുപോലത്തെ സാധനങ്ങൾ, ബാറ്ററി, സ്വിച്ച്, LED മൊഡ്യൂൾ, കണക്റ്റിംഗ് വയറൊക്കെ തന്നിട്ടുണ്ട്. നമ്മളോട് ഇത് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരു സ്വിച്ച് ബാറ്ററി ആയിട്ട് LED മൊഡ്യൂളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഇതുപോലെ വരയ്ക്കുക. ഓക്കെ, മനസ്സിലായോ? സ്വിച്ച് ഉണ്ട്, ബാറ്ററി ഉണ്ട്, LED മൊഡ്യൂളുണ്ട്, കണക്റ്റിംഗ് വയറുണ്ട്. ഓക്കെ, ഇനി നമ്മളോട് ഒരു എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പേജ് നമ്പർ 56 എമർജൻസി ലാമ്പ് ഉണ്ടാക്കുന്ന വിധം എഴുതിയിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ എമർജൻസി ലാമ്പ് ഉണ്ടാക്കുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുക. എളുപ്പമാണ് അത്. നമ്മളിപ്പോൾ സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അത് എങ്ങനെയൊക്കെയാണ്, എവിടേക്കാണ് പിടിപ്പിക്കേണ്ടത്, കണക്ട് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ നമുക്കറിയാം. എന്താണ് ഓപ്പൺ സർക്യൂട്ട്, എന്താണ് ക്ലോസ്ഡ് സർക്യൂട്ടൊക്കെ അറിയാം. സോ നമ്മളതുപോലെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 56 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് വായിച്ചിട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. എളുപ്പമാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി, ഗാർഹിക വൈദ്യുതി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീട്ടിലേക്ക് ഇലക്ട്രിക് ലൈനിൽ നിന്ന് 230 വോൾട്ട് ഇലക്ട്രിസിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. എത്രയാണ്? 230 വോൾട്ട് ഇലക്ട്രിസിറ്റി ഈസ് റീച്ചിങ് ദ ഹൗസസ് ത്രൂ ദ ഇലക്ട്രിക് ലൈൻ. ഇലക്ട്രിക് ലൈനിൽ കൂടെ നമുക്ക് 230 വോൾട്ട് ഇലക്ട്രിസിറ്റിയാണ് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു യൂസ് ഹൈ പവർ ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി ഫോർ പെർഫോമിങ് എക്സ്പെരിമെൻറ്റ്. അതായത് എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഹൈ പവർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യുന്നത് സേഫ് അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ഷോക്ക് ഏൽക്കും അല്ലേ, ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവും. ഇനി നമ്മളോട് ചോദിച്ചിട്ടുണ്ട് സിറ്റുവേഷൻസ് ദാറ്റ് ക്യാൻ ലീഡ് ടു ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാവാനുള്ള സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വൈദ്യുതാഘാതമേക്കാൻ ഇടയുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ചേഞ്ചിങ് ദ ബൾബ് വെൻ സ്വിച്ച് ഈസ് ഓൺ. അതായത് സ്വിച്ച് ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് ബൾബുകൾ മാറ്റുന്നത് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. മേക്കിംഗ് സ്വിച്ച് ഓൺ ഓർ ഓഫ് വിത്ത് വെറ്റ് ഹാൻഡ്. അതായത് നനഞ്ഞ കൈകൾ കൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നതും ഓഫ് ചെയ്യുന്നതും നമുക്ക് എന്താണ്, വൈദ്യുതാഘാതം ഏൽക്കാൻ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. റിമൂവ്സ് ഓർ ഇൻസേർട്ട് പ്ലഗ് പിൻ വിത്തൗട്ട് ടേണിംഗ് ഓഫ് ദ സ്വിച്ച്. അതായത് നമ്മൾ സ്വിച്ച് ഓഫ് ആക്കാതെ പ്ലഗ് പിൻ ഊരുന്നതും ഇടുന്നതും എന്താണ്, നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, യൂസിങ് നോൺ ഇൻസുലേറ്റഡ് വയർ. അതായത് നമ്മൾ ഇൻസുലേഷനൊക്കെ പോയ വയറുകൾ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണ്, നമുക്ക് വൈദ്യുതാഘാതം അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് ഡാമേജ്ഡ് എക്യുപ്മെൻറ്റ്സ്. അതായത് കേടുവന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ റിപ്പയേഴ്സ് ആർ ക്യാരിഡ് ഔട്ട് ഇൻ ദ സർക്യൂട്ട് വിത്തൗട്ട് സ്വിച്ചിങ് ഓഫ് ദ മെയിൻ സ്വിച്ച്. അതായത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കാതെ സർക്യൂട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതും നമുക്ക് ഷോക്ക് ഏൽക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഷോക്ക് ഏറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും, എന്തൊക്കെ പ്രിക്കോഷൻസ്, കാര്യങ്ങൾ, അതൊക്കെയാണ് നമ്മളിനി പഠിക്കുന്നത്. ഇഫ് ഇലക്ട്രിക് ഷോക്ക് ഹാപ്പൻസ്, ഓക്കെ, വാട്ട് ഷുഡ് വി
ഡു ഇമ്മീഡിയറ്റ്ലി ടു സേവ് ദ പേഴ്സൺ ഇൻ ഇലക്ട്രിക് ഷോക്ക്? അതായത് ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നാം ഉടനടി ചെയ്യേണ്ടത് എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? വൈദ്യുത ബന്ധം ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതായത് മെയിൻ സ്വിച്ച് ഓഫ് ആക്കുക. ഇതിനായി സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഫ്യൂസ് വഴി മാറ്റുകയോ ചെയ്യാം. ഇത് സാധ്യമല്ലാത്ത സന്ദർഭത്തിൽ ഉണങ്ങിയ മരക്കമ്പോ ചാലകമില്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കളോ ഉപയോഗിച്ച് ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്നും തള്ളി മാറ്റണം. ആ സർക്യൂട്ടിൽ നിന്ന് അയാളെ തള്ളി മാറ്റണം. അതാണ് ഷോക്കേറ്റ് ഉടനെ ചെയ്യാനുള്ളത്. ഫസ്റ്റ് തിങ് to be done is to disconnect the electric contact. You can switch off or remove the fuse for this. അതിന് ചെയ്യാണ് സ്വിച്ച് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ റിമൂവ് ഫ്യൂസ് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ്, ഇഫ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ, അത് ഒരിക്കലും പോസിബിൾ ആയിട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ദ പേഴ്സൺ ഫ്രം ദ ഇലക്ട്രിക് സർക്യൂട്ട്. ഇലക്ട്രിക് സർക്യൂട്ടിൽ നിന്നും അയാളെ സെപ്പറേറ്റ് ചെയ്യുക, അയാളെ വിടുവിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂസിങ് ഡ്രൈ വുഡൻ സ്റ്റിക്ക്, ഡ്രൈ ആയിട്ടുള്ള വുഡൻ സ്റ്റിക്ക് കൊണ്ടോ സം അതർ ഗുഡ് ഇൻസുലേറ്റർ, ഏതെങ്കിലും നല്ല ഇൻസുലേറ്ററുകൾ ഉപയോഗിച്ചിട്ടോ അയാളെ അതിൽ നിന്നും വിടുവിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫസ്റ്റ് എയ്ഡ്സ് ടു ബി ഗിവൺ ടു എ പേഴ്സൺ ഇൻ ഷോക്ക്? അതായത് ഷോക്കേറ്റ് വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ ഒരു ഷോക്കേറ്റ് വ്യക്തിക്ക് നൽകേണ്ട പ്രഥമ ശുശ്രൂഷകൾ? ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റ് ആളുടെ നെഞ്ചിൽ കൈകൾ മേൽക്കുമേൽ വെച്ച് തുടർച്ചയായി അമർത്തുക. ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ ഇത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏറ്റവും പെട്ടെന്ന് ഷോക്കേറ്റ് ആൾക്ക് പെട്ടെന്ന് ആഘാതം വരുന്നത് എവിടെയാണ്? ഹൃദയത്തിലാണല്ലേ. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഗത്ത് നെഞ്ചിന് നല്ല രണ്ട് കൈകളും മോൾക്ക് മോൾ വെച്ചിട്ട് നല്ലോണം കംപ്രസ് ചെയ്യുക, ചെസ്റ്റ് കംപ്രസ് ചെയ്യുക. അത് ഹൃദയമിടിപ്പ് നമുക്ക് ആൾക്ക് വരണ വരെ ബീറ്റ് ചെയ്യുന്നത് വരെ നമ്മളത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കും. ഇൻ ദ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ, പെർഫോം ചെസ്റ്റ് കംപ്രഷൻസ്. പ്ലേസ് വൺ ഹാൻഡ് ടോപ്പ് ഓഫ് ദി അതർ and apply continuous pressure on the victim's chest. This should be done until the heart starts beat again. നമ്മൾ ഹൃദയമിടിപ്പ് വരുന്നത് വരെ ആളുടെ നെഞ്ചിൽ കൈകൾ വെച്ചിട്ട് നല്ലോണം അമർത്തുക. സ്വയം ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം. ശരീരം തിരുമ്മി ചൂടാക്കണം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ബ്രീത്തിങ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. ഓക്കെ, കീപ് ദ ബോഡി വോം ബൈ മസാജിങ്. ആളുടെ ബോഡി നമ്മൾ നല്ലോണം ചൂടാക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ കൈയൊക്കെ നല്ലോണം ഒഴിഞ്ഞു കൊടുക്കുക, കാലിൻ്റെ അടിപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുക, വാം ചെയ്തിട്ട് കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ഷോക്ക് ഗുരുതരമാണെങ്കിൽ ഷോക്കേറ്റ വ്യക്തി ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. നല്ല ഭയങ്കര ഗുരുതരമാണ്, നമുക്ക് ഇതാക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്താണ്, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണം. ഇമ്മീഡിയറ്റ്ലി ആ പേഴ്സണെ എന്ത് ചെയ്യാം, ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ടേക്ക് ദ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടു എ ഹോസ്പിറ്റൽ ഇഫ് ദ ഷോക്ക് ഈസ് സിവിയർ. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യുക, ആൾ ഹാർട്ട് ഫെയിലിയർ ആണെങ്കിൽ നെഞ്ചത്ത് കൈ വെച്ച് കംപ്രസ് ചെയ്യുക. ഒരു കൈ മറ്റേ കൈയുടെ മുകളിൽ വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുക്കുക. ഇതുവരെ, അതായത് ഹാർട്ട് ബീറ്റ് നമുക്ക് ഇതാക്കണ വരെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ബ്രീത്തിങ്ങിൽ നിലച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൃത്രിമ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ബോഡിയൊക്കെ നല്ലോണം വാമാക്കാൻ വേണ്ടിയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ഷോക്ക് ഗുരുതരാണെങ്കിൽ, ആളെ സിവിയർ ആണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ജനറേറ്റർ. ജനറേറ്റർ എന്താണ് ജനറേറ്ററിൽ നടക്കുന്നത് നമുക്ക് നോക്കാം. ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി മേക്കിംഗ് യൂസ് ഓഫ് എനർജി ഫ്രം ഫ്യൂവൽസ് ലൈക്ക് പെട്രോൾ, കെറോസിൻ, ഡീസൽ എക്സെട്ര. അതായത് പെട്രോള്, ഡീസല്, അതുപോലെ തന്നെ കെറോസിൻ, മണ്ണെണ്ണയ്ക്ക് തുടങ്ങിയ ഇന്ധനങ്ങളിൽ നിന്നുള്ള ഊർജം ഉപയോഗിച്ചിട്ടാണ് ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നത്. Okay, in a generator, chemical energy first gets converted into mechanical energy and then into electrical energy. അതായത് ഇവിടെ ഫസ്റ്റ് രാസോർജം ആദ്യം യാന്ത്രികോർജമായിട്ടും പിന്നീട് വൈദ്യുതോർജമായിട്ടും മാറുന്നുണ്ട്. അപ്പോൾ 3 പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇതിലുപയോഗിക്കുന്ന ഫ്യൂവൽസ് ആണ് അതിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ജനറേറ്ററിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ജനറേറ്ററിൽ കെമിക്കൽ എനർജി എന്ത് ചെയ്യാം, ഫസ്റ്റ് കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൊഴിക്കുന്ന ഫ്യൂവല് ആ മോട്ടോർ പ്രവർത്തിച്ചിട്ടാണ് ആ ജനറേറ്റർ പ്രവർത്തിച്ചിട്ടാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് അല്ലെങ്കിൽ വൈദ്യുതി ആയിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നത്. സോ
മൂന്ന് കൺവേർഷൻസ് ആണ് അവിടെ നടക്കുന്നത്. കെമിക്കൽ എനർജി കൺവേർട്ടർ ഇൻ ടു മെക്കാനിക്കൽ എനർജി ആൻഡ് മെക്കാനിക്കൽ എനർജി ദെൻ കൺവേർട്ടർ ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ഇതാണ് ജനറേറ്റർ. അതും ചോദിക്കും കേട്ടോ എക്സാമിന്. അപ്പോൾ നന്നായിട്ട് പഠിച്ചേക്കും കേട്ടോ. അത് ഫ്യൂവൽസ് ഉപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു ഡിവൈസാണ്, അല്ലെങ്കിൽ ഒരു ഇതാണ് എന്ത് ജനറേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ ജനറേറ്ററിൽ 3 പ്രോസസ്സാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ജനറേറ്റർ ഫസ്റ്റ് കെമിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആക്കുന്നു, ദെൻ മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ, അതായത് ജലവൈദ്യുത നിലയം എന്ന് പറയുന്നത്. അണകെട്ടി ഉയരത്തിൽ നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചിട്ടാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. മനസ്സിലായോ? അതായത് വെള്ളമൊക്കെ അണകെട്ടി നിർത്തിയിട്ടുണ്ടാവും. അണക്കെട്ടെന്നൊക്കെ കേട്ടില്ലേ? അതായത് അണകെട്ടി നിർത്തിയ വെള്ളം അത് താഴേക്ക് നല്ല ഫോഴ്സിലല്ലേ പതിക്കുക. അപ്പോഴുണ്ടാകുന്ന ഊർജം ഉപയോഗിച്ചിട്ടാണ് ജലവൈദ്യുത നിലയങ്ങളിൽ ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത്. ഓക്കെ, വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് വീഴ്ത്തുന്നു. ടർബൈൻ തിരിയുന്നു. അങ്ങനെ ജനറേറ്റർ പ്രവർത്തിച്ച് വൈദ്യുതി ഉണ്ടാകുന്നു. ഈ വൈദ്യുതി ഇലക്ട്രിക് ലൈനിലൂടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ജലവൈദ്യുത നിലയം അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്നത്. അതായത് ഇൻ ഡാംസ് വാട്ടർ വിച്ച് ഇസ് സ്റ്റോർഡ് ഇൻ റിസർവോയേഴ്സ് അറ്റ് എ ഹൈറ്റ് ഈസ് ക്യാരിഡ് ത്രൂ പൈപ്സ് and made to fall forcefully on the turbines connected to the generator. അത് ജനറേറ്റർ ടർബൈനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ടർബൈനിലേക്ക് അവിടെ നിന്ന് ഫോഴ്സിൽ വീഴുന്ന വെള്ളം, അണകെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം, റിസർവോയിൽ അണകെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളം നല്ല ഫോഴ്സിൽ വരുമ്പോൾ ടർബൈനായിട്ട് വെള്ളം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ ടർബൈനിലേക്ക് ഇങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ട്, ടർബൈൻ കറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ആ ടർബൈൻ എന്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്? ജനറേറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ദ ഫോഴ്സ് ഓഫ് ഫോളിങ് വാട്ടർ റൊട്ടേറ്റ്സ് ദ ടർബൈൻ. ആ വെള്ളത്തിൻ്റെ ശക്തിയായിട്ടുള്ള താഴേക്കുള്ള പതിക്കൽ മൂലം ടർബൈൻ എന്ത് ചെയ്യും? കറങ്ങും. ദ ജനറേറ്റർ കണക്റ്റഡ് ടു ദ ടർബൈൻ സ്റ്റാർട്ട് ടു വർക്ക്. അതായത് ജനറേറ്റർ ടർബൈനായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ജനറേറ്റർ വർക്ക് ചെയ്യും and produce electricity. അതിൽ കൂടെ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ദിസ് ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു വേരിയസ് പ്ലേസസ് ത്രൂ ഇലക്ട്രിക് ലൈൻസ്. ഈ എന്താ പറയുക, ഇലക്ട്രിസിറ്റി വിവിധ സ്ഥലങ്ങളിലേക്ക് വൈദ്യുതി ഇലക്ട്രിക് ലൈനിലൂടെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അതർ പോസിബിലിറ്റി ഫോർ ഇലക്ട്രിക് പവർ ജനറേഷൻ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ജലം ഉപയോഗിച്ചിട്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന ഒരു എന്താ പറയുക, ഒരു പവർ സ്റ്റേഷനാണത്. നെക്സ്റ്റ് വേറെ ഏതൊക്കെ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്ന അതർ പോസിബിലിറ്റീസ് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്കറിയാം. വിൻഡ് മില്ല്, അതായത് എന്താണ്, കാറ്റാടി പാടല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഏതാണ്? ന്യൂക്ലിയർ പവർ സ്റ്റേഷനുണ്ട്, അതായത് ആണവോർജ നിലയം, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഉണ്ട്. പിന്നെയാണ് തെർമൽ പവർ സ്റ്റേഷൻസ്, അതായത് താപവൈദ്യുത നിലയം. അതുപോലെ തന്നെ സോളാർ പാനലൊക്കെ ഉപയോഗിച്ചിട്ട് വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ ജനറേറ്റ് ചെയ്യുന്ന ഇതും ഇപ്പോൾ ഉള്ളതാണ് അല്ലേ. ഇനി നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് സോളാർ പാനൽ. സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സോളാർ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. സോളാർ എനർജീനെ ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എന്ത്? സോളാർ സെൽ എന്ന് പറയുന്നത്. സോളാർ പാനൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സോളാർ സെൽസ്. സോളാർ പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 or അതിലധികമോ സോളാർ സെല്ലുകൾ ഒരു കോമ്പിനേഷനാണ് ഇന്ന് സോളാർ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് സോളാർ എനർജീനെ ഇലക്ട്രിക് എനർജി ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അതിപ്പോൾ മിക്ക വീടുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. മുകളിലൊരു ഷീറ്റ് പോലെ, ബ്ലൂ കളർ ഷീറ്റ് പോലെ കണ്ടിട്ടുണ്ടാവും. അത് ആ ഒരു സോളാർ പാനലാണ്. ഒന്നോ അതിലധികമോ സോളാർ സെല്ലുകൾ ഉപയോഗിച്ചിട്ടുള്ള കോമ്പിനേഷനെയാണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. സോളാർ എനർജി ഈസ് എ സൊല്യൂഷൻ ഫോർ ഫ്യൂച്ചർ എനർജി ക്രൈസിസ്. അതായത് സോളാർ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയിൽ വരുന്ന ഊർജ പ്രതിസന്ധിക്കുള്ള പരിഹാരമാണ് ഈ സൗരോർജം എന്ന് പറയുന്നത്. സോളാർ എനർജി, അതായത് സൗരോർജം
എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിലേക്കുള്ള പ്രതിസന്ധികൾക്കുള്ള ഒരു പരിഹാരമാണെന്നാണ്, ഊർജ്ജ പ്രതിസന്ധികൾക്കുള്ള ഒരു പരിഹാരമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൂര്യനിൽ നിന്നുള്ള എനർജി, അതാണ് സോളാർ എനർജി. സൂര്യനിൽ നിന്നുള്ള ഊർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഒന്നിലധികം സോളാർ സെല്ലുകൾ ചേർന്ന സംവിധാനമാണ് സോളാർ പാനൽ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വൈദ്യുതി പാഴാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന്. സിറ്റുവേഷൻസ് വെർ ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫാൻ ആൻഡ് ബൾബ്സ് ആർ വർക്കിംഗ് ഇൻ ദ റൂം ഈവൺ ഇഫ് ദർ ഈസ് നോ വൺ ടു യൂസ് ഇറ്റ്. നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ, നമ്മൾ ആളില്ലാത്ത മുറിയിൽ ബൾബ് പ്രകാശിക്കുക, അതുപോലെ ഫാൻ കറങ്ങുക, ഇതൊക്കെ വൈദ്യുതി പാഴായി പോകുന്ന സന്ദർഭങ്ങളാണ്. ടി വി ഈസ് വർക്കിംഗ് ഈവൺ ഇഫ് ദർ ഈസ് നോ വൺ ടു വാച്ച് ഇറ്റ്. അതായത് ആരും കാണാനില്ലാത്തപ്പോഴും ടി വി പ്രവർത്തിക്കുന്നത്. ബൾബ്സ് ആർ ഗ്ലോയിങ് ഈവൺ ഡ്യൂറിങ് ഡേ ടൈം. അതായത് പകൽ സമയത്ത് ബൾബുകൾ പ്രകാശിക്കുന്നതൊക്കെ വൈദ്യുതി പാഴായി പോകുന്ന സന്ദർഭങ്ങളാണ്. ഡോർ ഓഫ് റെഫ്രിജറേറ്റർ ഈസ് കെപ്റ്റ് ഓപ്പൺ. അതായത് റെഫ്രിജറേറ്ററിൻ്റെ, അതായത് ഫ്രിഡ്ജിൻ്റെ ഡോർ എപ്പോഴും തുറന്നു വെച്ചിരിക്കുന്നത്, അതും വൈദ്യുതി പാഴായി പോകുന്ന സന്ദർഭമാണ്. അയേണിങ് ഡ്രസ്സസ് ഓഫ് ഓൾ ഫാമിലി മെമ്പേഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അത് വീട്ടിലെ ഓരോ അംഗത്തിൻ്റെ വസ്ത്രങ്ങൾ വ്യത്യസ്ത സമയത്ത് ഇസ്തിരി ഇടുന്നതൊക്കെ എന്താണ് വൈദ്യുതി പാഴായി പോകുന്ന സന്ദർഭങ്ങളാണ്. അതായത് ഒരുമിച്ച് തേച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എനർജി കൺസ്യൂം ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓരോ അംഗത്തിൻ്റെ വസ്ത്രങ്ങൾ വ്യത്യസ്ത സമയത്ത് ഇസ്തിരി ഇടുന്നത് വൈദ്യുതി പാഴായി പോകുന്ന സന്ദർഭങ്ങളാണ്. നെക്സ്റ്റ്, ടി വി, എ സി എക്സെട്ര ആർ ഓൾവേസ് പ്ലഗ്ഡ് ഇൻ ആൻഡ് സ്വിച്ച്ഡ് ഓൺ. ദീസ് ഡിവൈസസ് ആർ ഓപ്പറേറ്റഡ് ഓൺലി വിത്ത് റിമോട്ട് നോട്ട് മേക്കിംഗ് യൂസ് ഓഫ് ദി സ്വിച്ച് അറ്റ് ഓൾ. അതായത് എ സി, ടി വി മുതലായവയ്ക്ക് എപ്പോഴും പ്ലഗിൽ കുത്തിവെച്ച് സ്വിച്ച് ഓൺ ചെയ്ത് വെക്കുകയും ഉപകരണങ്ങളെ റിമോട്ട് ഉപയോഗിച്ച് മാത്രം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് ടി വി, എ സിയിലൊക്കെ സ്വിച്ച്, പ്ലഗിലുള്ള സ്വിച്ച് നമ്മൾ എപ്പോഴും ഓണാക്കി വെക്കുകയും റിമോട്ട് ഉപയോഗിച്ച് മാത്രം പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ എന്താണ്, അതായത് വൈദ്യുതി പാഴായി പോകുന്ന സന്ദർഭങ്ങളാണ്. നമ്മളെപ്പോഴും ആ പ്ലഗിലുള്ള സ്വിച്ച് ഓഫ് ചെയ്തിടണം, അതിൽ കൂടെ വൈദ്യുതി പോകുന്നുണ്ട്. ഓക്കെ, ആ ബാറ്ററി, അതായത് ആ ബാറ്ററി പ്രവർത്തിക്കേണ്ട, എന്നിട്ടല്ലേ നമ്മൾ അതിൽ നിന്നല്ലേ നമ്മൾക്ക് എ സിയിലേക്ക് കിട്ടുന്നത്. സോ അതിൻ്റെയൊക്കെ അത് പ്രവർത്തിക്കാൻ എന്താ വൈദ്യുതി വേണ്ടേ, അപ്പോൾ അതൊക്കെ വൈദ്യുതി പാഴായി പോകുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സോളാർ പാനലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സോളാർ പാനൽ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള ടെക്നോളജീസ് ഒക്കെ വന്നിട്ടുണ്ട്. സോളാർ കാറ്, ചന്ദ്രയാൻ 3, അതിലൊക്കെ സോളാറാണ് ഉപയോഗിക്കുന്നത്. സോളാർ പാനൽസ്, ഇതൊക്കെയാണ് വളരെയായിട്ടുള്ള സോളാർ എനർജി യൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ഇഫക്റ്റീവായിട്ടുള്ള ടെക്നോളജീസ്. അപ്പോൾ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. ലെറ്റസ് അസസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ ദ ബാറ്ററി വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ആൻ എമർജൻസി ലാമ്പ്. അതായത് ബാറ്ററി എമർജൻസി ലാമ്പായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതെന്താണ്? ബാറ്ററിയിലുള്ള എന്താണ്? കെമിക്കൽ എനർജിയാണ്. എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ഇലക്ട്രിക് എനർജി. തന്നെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? അത് ലൈറ്റ് കത്തുന്നുണ്ട്, സോ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത്? കെമിക്കൽ എനർജി ചേഞ്ചസ് ഫസ്റ്റ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, ദെൻ ഇൻറ്റു ലൈറ്റ് എനർജി. സി ആണ് ഓപ്ഷൻ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓഫ് ദി ഫോളോയിങ് വിച്ച് ഈസ് ആൻ ഓപ്പൺ സർക്യൂട്ട്. ഇതിൽ ഏതാണ് ഓപ്പൺ സർക്യൂട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ കണക്റ്റഡ് അല്ല, അവിടെ ഭാഗം ഓപ്പൺ ആണ്, അതുകൊണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല കേട്ടോ. അത് ഓർമ്മ വേണം. നമുക്ക് നോക്കാം. റൊട്ടേഷൻ ഓഫ് ഫാൻ, ഓപ്പൺ ഓർ ക്ലോസ്ഡ് സർക്യൂട്ടാണ്. എ ഡാമേജ്ഡ് ബെൽ ഈസ് സ്വിച്ച്ഡ് ഓൺ. ഡാമേജ്ഡ് ബെൽ ഈസ് സ്വിച്ച്ഡ് ഓൺ. ഡാമേജ് ആയിട്ടുള്ള ബെല്ല് സ്വിച്ച് ഓൺ ആണ്. അതെന്താണ്? ഓപ്പൺ സർക്യൂട്ടാണ്, അവിടെ പ്രവർത്തിക്കുന്നില്ലല്ലോ. വർക്കിംഗ് ഓഫ് എ മിക്സി, അത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഗ്ലോയിങ് എ ബൾബ്, അതും ക്ലോസ്ഡ് സർക്യൂട്ടാണ്. സോ എ ഡാമേജ്ഡ് ബെൽ ഈസ് സ്വിച്ച്ഡ് ഓൺ ഈസ് എ ഓപ്പൺ സർക്യൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം വെർ ഡു ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫോർ ഇറ്റ്സ് വർക്കിംഗ്. അതായത് കൃത്രിമ ഉപഗ്രഹങ്ങൾ പ്രവർത്തിക്കുന്നതിനുള്ള വൈദ്യുതി ലഭിക്കുന്നത് എവിടെ നിന്നാണ്? കൃത്രിമ ഉപഗ്രഹങ്ങളൊക്കെ പ്രവർത്തിക്കാനുള്ള വൈദ്യുതി ലഭിക്കുന്നത് ഇതിൽ നിന്നാണ്. സോളാർ പാനൽ, ഡീസൽ, പെട്രോൾ, കോൾ. ഏതാണ്? സോളാർ പാനൽ കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്തേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സംടൈംസ് ദർ ഈസ് എ പവർ ഷോർട്ടേജ് ഇൻ കേരള ഡ്യൂറിങ് സമ്മർ സീസൺ. വൈ? അതായത്
കേരളത്തിലെ വേനൽക്കാലത്ത് ചിലപ്പോൾ വൈദ്യുതക്ഷാമം ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വൈദ്യുതക്ഷാമം ഉണ്ടാകുന്നത്? In Kerala, electricity is mainly generated through hydroelectric power plants. Sometimes there are power shortage in summer due to reduced availability of water in dams. അതായത് കേരളത്തിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ജലവൈദ്യുത നിലയങ്ങളിലാണ് അല്ലേ. അപ്പോൾ അണക്കെട്ടുകളിൽ ജലലഭ്യത കുറയുന്നതിനാൽ വേനൽക്കാലത്ത് ചിലപ്പോൾ വൈദ്യുതക്ഷാമം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ചില സമയത്ത് ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് വേനൽക്കാലത്ത് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A person is standing in water. An electric line breaks and falls into the water. Is the person likely to get an electric shock? Give reason. അതായത് വൈദ്യുത കമ്പി പൊട്ടിയിട്ട് വീഴുമ്പോൾ ഒരു വെള്ളത്തിലേക്ക് വീഴാണ്. ജലാശയത്തിലേക്ക് വൈദ്യുത കമ്പി പൊട്ടി വീഴുമ്പോൾ വെള്ളത്തിൽ നിൽക്കുന്ന ആൾക്ക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടോ? എന്തുകൊണ്ട് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്? യെസ്, ദ പേഴ്സൺ ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക്. അത് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. സിൻസ് ദ വാട്ടർ ഈസ് ഇൻ ദ റിസർവോയേഴ്സ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി പ്യുവർ ഇറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അതായത് നമ്മുടെ ജലാശയങ്ങളിലെ വെള്ളം പൂർണ്ണമായിട്ടും ശുദ്ധമല്ലാത്തതിനാൽ അത് വൈദ്യുതി കടത്തിവിടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് വെള്ളത്തിൽ നിൽക്കുന്ന ആൾക്ക് ഷോക്ക് ഏൽക്കാൻ കാരണം. The water in the reservoirs is not completely pure. It conduct electricity. So the person get electric shock. Okay. Next, observe the diagram of an open circuit. Convert it into a closed circuit using appropriate symbols and draw it. അതായത് അപ്രോപ്രിയേറ്റ് സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങളോട് ഈ ഒരു ഓപ്പൺ സർക്യൂട്ട് ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുള്ളതാണിത്. ഇവിടെ ഇവിടെ ഒരു കണക്ഷൻ കൊടുത്തിട്ടില്ല. അതാണ് ഇവിടെ കൂടിയിട്ടുള്ള ഒരു അത് ഓപ്പൺ സർക്യൂട്ട് ആവും. കാരണം ബൾബ് പ്രകാശിക്കണമെങ്കിൽ അതും കൂടി കണക്ട് ചെയ്യണം. സോ ഇതുപോലെ നിങ്ങൾ വരയ്ക്കേണ്ട സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.